السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ആദരണീയനായ അധ്യക്ഷൻ KNM ജില്ലാ സെക്രട്ടറി CL അഹമ്മദ് സാഹിബ്, ആദരണീയനായ മുഹമ്മദ് കുഞ്ഞി സാഹിബ്, ഇതിന്റെ ആമുഖ പ്രഭാഷണം നടത്തിയ ISM സെക്രട്ടറി മുഹമ്മദ് അലി സാഹിബ്, ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്താനിരിക്കുന്ന ബഹുമാന്യനായ മുഹമ്മദ് റഫീഖ് സലഫി, ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ, ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ പട്ടണത്തിനോടടുത്ത ഗ്രാമപ്രദേശത്തെ സലഫികളുടെ പൂന്തോട്ടം എന്ന് പേരുവെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കുവാൻ വേണ്ടിയും അടുത്ത തലമുറയിലേക്ക് ഈ സത്യത്തിന്റെ വെളിച്ചം കൈമാറുവാൻ വേണ്ടിയും ഒരു സ്ഥാപനം ഉയർത്തപ്പെടുകയും അതിന്റെ 1 വർഷം തികഞ്ഞതിന് ശേഷം ഒരു വാർഷിക പരിപാടിയിൽ കൂടി കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുവാനും ഉമ്മമാരെയും ഉപ്പമാരെയും കൂടുതൽ ഉത്ബോധിപ്പിക്കുവാനും വേണ്ടി നമ്മളിവിടെ കൂടിയിരിക്കുകയാണ്. ഏകദേശം 2 വർഷം മുമ്പ് കാസർഗോഡ് കമ്മ്യൂണിറ്റി ഹാളിൽ IMB-യുടെ കേരള നദൂത്തുൽ മുജാഹിദീന്റെ ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്ന ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ ബ്രദർഹുഡ് എന്ന സംഘടനയുടെ ഒരു ജില്ലാ കൺവെൻഷൻ ആരംഭിച്ചപ്പോൾ കാസർഗോഡ് പട്ടണത്തിൽ ഈ മണ്ഡലത്തിന്റെയും പട്ടണത്തിന്റെയും പരിസരത്തുള്ള പാവപ്പെട്ട രോഗികൾക്ക് ഉത്തമ ചികിത്സയും സൗജന്യമായ ചികിത്സയും ലഭ്യമാക്കാൻ ഇവിടെയുള്ള ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയും കൂട്ടായ്മയും നല്ല മനുഷ്യന്മാരുടെ സാമ്പത്തിക സഹായവും കൊണ്ട് ഒരു ആതുര ശുശ്രൂഷാ കേന്ദ്രം ആരംഭിക്കണമെന്ന് IMB-യുടെ നമ്മുടെ നെതുവത്തിന്റെ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ആവശ്യപ്പെട്ടപ്പോൾ ഒരു മനുഷ്യൻ എന്നോട് വന്ന് സ്വകാര്യമായി പറഞ്ഞു, ആളെ പേര്
നിങ്ങൾ വെളിപ്പെടുത്തരുത്, ഞാൻ അതിനുള്ള സ്ഥലം തരാം. IMBക്ക് വേണ്ടി പാവപ്പെട്ട രോഗികൾക്ക് ശുശ്രൂഷ ലഭ്യമാക്കാനും സൗജന്യ മരുന്ന് ലഭ്യമാക്കുവാനും പ്രവർത്തകന്മാർ തയ്യാറാണെങ്കിൽ അതിനാവശ്യമായ കെട്ടിടവും ഓഫീസും രോഗികൾക്ക് വരാനും പോകാനുമുള്ള സൗകര്യമുള്ള ഒരു കേന്ദ്രത്തിന് ഭൂമി ഞാൻ തരാം. പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട്. ആ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഖുർആനും നബിചര്യയും മുതിർന്നവരെയും കുട്ടികളെയും പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രം ആദ്യമായി ഉണ്ടാവണം. അതുണ്ടാക്കി കഴിഞ്ഞ ശേഷം അതിനോടനുബന്ധിച്ച് IMBയുടെ ശുശ്രൂഷാ കേന്ദ്രവും തുടങ്ങണം. അതിന് നിങ്ങളെല്ലാവരും സഹായിക്കുമെങ്കിൽ ഞാനതിന് തയ്യാറാണ് എന്ന്. ആ കാര്യം വളരെ സ്വകാര്യമായി എന്നോട് പറഞ്ഞപ്പോൾ പേര് വെളിപ്പെടുത്താതെ തന്നെ ആ ബഹുമാന്യ സഹോദരന്റെ വാഗ്ദാനം അവിടെ പ്രഖ്യാപിക്കുകയും അത് കഴിഞ്ഞ് ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ ഇവിടെയുള്ള സംഘടനാ പ്രവർത്തകന്മാരുടെയും യുവാക്കളുടെയും കുട്ടികളുടെയും മുതിർന്നവരുടെയും കാരണവന്മാരുടെയും എല്ലാം സഹായ സഹകരണത്തോടുകൂടി ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ വരാനും സാധിച്ചു. ചെറിയതാണെങ്കിലും ഈ പ്രദേശത്തേക്ക് ഇപ്പോൾ മതിയാകുമെന്ന് തോന്നുന്ന ഒരു മതപാഠശാല നമ്മളിവിടെ സ്ഥാപിതമാകുകയും അതിൽ കൂടി ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും കുറെയൊക്കെ മതവിദ്യാഭ്യാസം ലഭിക്കുകയും ചെയ്യാൻ സൗകര്യമുണ്ടായിട്ടുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അത് തുടങ്ങി വെച്ചവർക്കും അതിനുവേണ്ടി പ്രവർത്തിച്ചവർക്കും അതിനുവേണ്ടി ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും അള്ളാഹു തആല തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് നമ്മൾ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുക. ഞാൻ ആലോചിക്കുകയാണ്, ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ അത് നടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഏതൊരു കാര്യം നടക്കണമെങ്കിലും ഒരു കിണർ കുഴിച്ചാൽ വെള്ളം കാണും. അതിനു പറ്റിയ സ്ഥലവും അതിനു പറ്റിയ പണിക്കാരെയും കൂലിക്കാരെയും കൊണ്ടുവന്ന പണി ചെയ്താൽ വെള്ളം കാണും. അതുകൊണ്ടായില്ലല്ലോ ആ കിണറ്റിൽ നിന്ന് ആ വെള്ളം കോരിയെടുക്കാൻ ആളുകൾ തയ്യാറാവണം. ആരുടെയും വായയിലേക്കും അടുക്കളയിലെ ചട്ടിപാത്രങ്ങളിലേക്കും കിണറ്റിലെ വെള്ളം താനെ എത്തുകയില്ല. അത് ആവശ്യമുള്ളവർ കോരിയെടുക്കണം. ഇവിടെ വെള്ളം കണ്ടിരിക്കുന്നു. ഈ ദീനീ സംരംഭത്തിന് വേണ്ടി ഒരിക്കലും മുക്കിയാൽ തീരാത്ത, കോരിയെടുത്താൽ തീരാത്ത അത്ര നന്മയുടെ വെള്ളം കോരിയെടുക്കാനും നമ്മുടെ മക്കളുടെ വായിൽ ഒറ്റിച്ചു കൊടുക്കാനും ഉള്ള സംവിധാനം ഉണ്ടായിരിക്കുന്നു. ഇതിൽ നിന്ന് ആര് മുക്കി കുടിക്കും? ഇതാണ് പ്രശ്നം. അതിനാണ് ഈ രക്ഷിതാക്കളെ വിളിച്ചുകൂട്ടി ഈ വാർഷികം ആഘോഷിക്കുന്നത്. ഈ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം രക്ഷിതാക്കളെ വിളിച്ചുകൂട്ടി ഈ കാര്യം നമ്മൾ സ്വയം പറയുക, നമ്മൾ ഉൾക്കൊള്ളുക. ഇതിൽ നിന്ന് നിങ്ങൾ വെള്ളമെടുക്കുക, കുടിക്കുക, കുടിച്ച് നിങ്ങളുടെ ദാഹം തീരുക, നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാം എന്നതാണ് ഈ ഒരു വാർഷിക പരിപാടിയുടെ പിന്നിലുള്ള അടിസ്ഥാനപരമായ സന്ദേശം. നമ്മളൊരു യോഗം നടത്തി, ഗംഭീരമായി കുറെ പ്രസംഗങ്ങളൊക്കെ ഉണ്ടായി, രാത്രി വൈകുന്നത് വരെ നല്ല ആഘോഷമായിരുന്നു. അങ്ങനെ ഒരു ആഘോഷം, ഒരു വാർഷിക ആഘോഷം നടത്താനല്ല ഇത്. ഇതിൽ കൂടി നമുക്ക് ഒരു പ്രചോദനം ലഭിക്കേണ്ടതുണ്ട്. മിനിഞ്ഞാന്ന് രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വന്ന് വീട്ടിലെങ്ങനെ പത്രം വായിച്ചിരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു. ഒരു സലഫി പ്രവർത്തകനായ സുഹൃത്താണ്. നല്ല ഗൾഫ് രാജ്യത്ത് പോയി
23 വർഷം UAE എമിറേറ്റിലെ അല്ലൈനിൽ ജോലി ചെയ്ത് ധാരാളം സമ്പാദിച്ച് വലിയൊരു വീടുണ്ടാക്കി മക്കളെയൊക്കെ ഈ കാലഘട്ടത്തിനിടയിൽ കല്യാണം കഴിക്കാനുള്ളവരെ കഴിപ്പിച്ച് ബാക്കിയുള്ളവർക്ക് അത്യാവശ്യം ആ കാലഘട്ടത്തിൽ കിട്ടുന്ന നല്ല വിദ്യാഭ്യാസം പണം കൊടുത്തുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം നൽകി വളർത്തിയെടുത്ത ഒരു പിതാവാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കാലിൽ ഒരു മുറിവ് വന്ന് പഴുപ്പ് പിടിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അത് ഞാൻ ഇവിടെ കിട്ടുന്ന വിദഗ്ധന്മാരായ ഡോക്ടർമാരെയൊക്കെ സമീപിച്ച് അത് കീറി മുറിച്ച് ഏകദേശം 14 ദിവസമായി മരുന്ന് വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായി 5 നേരവും സുബഹി അടക്കം നേരത്തെ പള്ളിയിൽ വന്ന് പലപ്പോഴും ബാങ്ക് വിളിക്കാനും ഇമാമത്ത് നിൽക്കാൻ ആളില്ലെങ്കിൽ അതിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ മുന്നിലുണ്ടായിരുന്ന ഒരു സഹോദരനായിരുന്നു. എന്നോട് വിളിച്ചു പറഞ്ഞു, എനിക്കൊരു നല്ല ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യണം. നിങ്ങളെല്ലാവരും കൂടി പ്രസ്ഥാന ബന്ധുക്കൾ അതിന് മുൻകൈ എടുക്കണം. എൻ്റെ ഭാര്യയ്ക്ക് അങ്ങനെ കൊണ്ടു നടക്കാനൊന്നും പരിചയമില്ല. മക്കൾക്ക് അത്രയൊരു താല്പര്യം തോന്നുന്നില്ല എന്നെ കൊണ്ട് നടക്കാൻ. അവർക്ക് അവരുടെ ബിസിനസ്സും അവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവർ. ഒരു ഉത്സാഹമില്ല എന്നെ ഒരു മെഡിക്കൽ കോളേജിലോ മറ്റോ കൊണ്ടുപോകണം എന്ന്. അതുകൊണ്ട് നിങ്ങൾ ബന്ധമുണ്ടല്ലോ, അവിടെ ഒരു മെഡിക്കൽ കോളേജാണ് മലപ്പുറം ജില്ലയിലെ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ്. അവിടെ നിങ്ങൾ ബന്ധപ്പെട്ട ആളാണല്ലോ, നിങ്ങളൊന്ന് വിളിച്ചു പറഞ്ഞാൽ എനിക്ക് അഡ്മിഷൻ കിട്ടും. ഞാനത് കേട്ട് സുബഹിക്ക് ശേഷമുള്ള തണുത്ത കാറ്റിൽ മയക്കം പിടിച്ചിരുന്ന ഞാൻ പെട്ടെന്ന് ഉണർന്ന് എഴുന്നേറ്റ് വല്ലാത്ത മനപ്രയാസമുണ്ടായി. കാരണം ഒരു നല്ല കുടുംബം, വളരെ മാന്യമായി ജീവിച്ചിരുന്ന ഒരു കുടുംബത്തിലെ അംഗം, പരമ്പരാഗതമായി സമ്പത്ത് ധാരാളം ഉണ്ടായിരുന്ന ഒരു തറവാട്, പിന്നെ അതൊക്കെ ഓഹരി വെച്ച് ബാപ്പയുടെ മക്കളിങ്ങനെ ഓഹരി വെച്ച് കൊടുത്തപ്പോൾ അത്രയില്ലെങ്കിലും മാന്യമായി ജീവിച്ചിരുന്ന ആളുകൾ. അതുകൊണ്ട് കാലത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോൾ ഗൾഫിൽ പോവുകയും വിവാഹം കഴിഞ്ഞ് 16ാമത്തെ ദിവസം ഗൾഫിലേക്ക് കയറി അവസാനം താടിയും മുടിയും നരച്ച് നീണ്ട നരനരച്ച താടിയും ചുക്കിച്ചുളിഞ്ഞ മുഖവും അതിനിടക്ക് ഒരു ബൈപ്പാസ് സർജറിയും ജീവിതത്തിൽ കിട്ടാവുന്ന സാധാരണ വെറുതെ കിട്ടാവുന്ന എല്ലാ രോഗങ്ങളും, ഷുഗർ, പ്രഷർ, ഹാർട്ട് രോഗം എന്നിങ്ങനെ നല്ല ഭക്ഷണം കഴിച്ച് നടന്നാൽ കിട്ടാവുന്ന എല്ലാ രോഗങ്ങളും സമ്പാദിച്ച് 33ാമത്തെ വർഷം ഇനി ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഉണ്ടായ സമ്പാദ്യം പിതാവിന് ചികിത്സിക്കാൻ കൊണ്ടുപോകാൻ നേരമില്ലാത്ത മക്കളായിരുന്നു. കെട്ടിച്ചയച്ച മക്കൾക്ക് ഉപ്പാനെ നോക്കാൻ ബിസിയാണ്. അവരുടെ ജീവിതത്തിന് കുറേ പ്രശ്നങ്ങളാണ്. ആ റുട്ടീൻ തെറ്റിപ്പോകും. ഒരു ഭർത്താവിൻ്റെ സാന്നിധ്യമില്ലാതെ, അല്ലെങ്കിൽ വർഷത്തിൽ 2 വർഷത്തിൽ 1 മാസമോ 1.5 മാസമോ നിൽക്കുന്ന ഭർത്താവിൻ്റെ സാന്നിധ്യം മാത്രം സഹിച്ച് 33 കൊല്ലം കഴിച്ചുകൂട്ടിയ വൃദ്ധയായ ഒരു ഭാര്യ. അവർക്ക് ഈ ഭർത്താവിൻ്റെ കൂടെ ഒന്ന് അടുത്ത പട്ടണത്തിലേക്ക് പോയി ഒന്ന് പരിചയപ്പെടാൻ പോലും ജീവിതത്തിൽ ഭാഗ്യമുണ്ടായിട്ടില്ല. വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കുക എന്നതല്ലാതെ മക്കളെ നോക്കിക്കൊണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറെ സമീപിക്കാൻ ഈ ഭർത്താവിൻ്റെ കൊണ്ടുപോകാൻ ഈ പെണ്ണിന് അറിഞ്ഞുകൂടാ. മക്കളോട് പറഞ്ഞിട്ട് മക്കൾക്ക് കൂട്ടമില്ല. അവസാനം ആദർശ ബന്ധുക്കളെ സഹായത്തിന് കൂട്ടിയിരിക്കുകയാണ്. പടച്ചോനെ, ഇങ്ങനെയുള്ള മക്കളുണ്ടായിട്ട് എന്തിനാണ് ഈ 33 കൊല്ലം ആ സാധുവായ മനുഷ്യൻ
ഗൾഫിൽ പോയി അധ്വാനിച്ചുണ്ടാക്കിയത് എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ കൂടുതൽ ചിന്തിച്ചിരിക്കാൻ നേരമുണ്ടായിരുന്നില്ല. ഓടിച്ചെന്ന് അദ്ദേഹത്തോട് വിവരമന്വേഷിച്ച് അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് എനിക്ക് എന്നെ അഡ്മിറ്റ് ചെയ്യണം ഒരു സ്ഥലത്ത് എന്ന് അദ്ദേഹത്തിന് തോന്നണമെങ്കിൽ അതിനു മാത്രം ശാരീരികമായ അസ്വസ്ഥത, 400 ഷുഗറും അത്രയും പ്രഷറും ഒക്കെ ഉള്ള ഒരു അവസരമായതുകൊണ്ട് പെട്ടെന്ന് അദ്ദേഹത്തെ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിലാക്കി ആവശ്യമായ ശുശ്രൂഷകൾ നൽകി. ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ തിരിച്ചു പോരുമ്പോഴും പറഞ്ഞു, എന്തിന് ഈ മക്കൾക്ക് വേണ്ടി 33 കൊല്ലം അദ്ദേഹം അധ്വാനിച്ചു. ആ മക്കൾക്ക് കൊടുത്ത പണം, അവർക്ക് ചെലവഴിച്ച അധ്വാനം ഒരു പിതാവിന് സുഖക്കേടായപ്പോൾ, രോഗമായപ്പോൾ എന്റെ പിതാവിനെ സംരക്ഷിക്കണം എന്ന ഒരു ചിന്തയില്ലാത്ത വഖദാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന തമ്പുരാനെ മാത്രം ആരാധിക്കണം, അത് അള്ളാഹുവിന്റെ വിധി തീർപ്പാണ്. തമ്പുരാനെ ആരാധിക്കുക എന്ന, പടച്ചവനെ മാത്രം ആരാധിക്കുക എന്ന ആ അടിസ്ഥാന ബാധ്യത കഴിഞ്ഞാൽ രണ്ടാമത്തെ ബാധ്യത മാതാപിതാക്കളോടുള്ള നന്മയാണ് എന്ന് പഠിപ്പിച്ച ഖുർആനിന്റെ അനുയായിയായ ഒരു സലഫി കുടുംബത്തിലെ പുത്രന് ഈ പിതാവിനോട് ഇത്രയധികം അവഗണനയുണ്ടാവാൻ ഈ പുത്രന്മാർക്ക് എന്താണ് അവരുടെ മനസ്സിന് പറ്റിപ്പോയത് എന്നതാണ് ഞങ്ങൾ അയാളെ അഡ്മിറ്റ് ചെയ്ത് തിരിച്ചു പോരുമ്പോൾ ഞങ്ങൾ സ്വയം ചോദിച്ചിരുന്നത്. ഞാനിത് പറയുന്നത് വളരുന്ന ഒരു തലമുറയിലുണ്ടാകുന്ന മാരകമായ കുടിയൊഴിച്ചു പോക്കിനെ പറ്റിയാണ്. ആരാണ് നമ്മുടെ കുട്ടികളുടെ രക്ഷിതാക്കൾ? നിങ്ങളാണോ? നിങ്ങൾ പോറ്റി വളർത്തുന്ന, നിങ്ങളുടെ മടിയിൽ വെച്ച് വളർത്തിയ, നിങ്ങൾ താരാട്ടുപാടി വളർത്തിയ നിങ്ങൾ ഉമ്മമാരാണെങ്കിൽ നിങ്ങളുടെ വയറ്റിൽ 10 കൊല്ലം 10 മാസം കഷ്ടപ്പെട്ട് നിങ്ങൾ ഗർഭം ചുമന്ന് പ്രസവിച്ച് എന്നിട്ട് ഈ കുട്ടിക്ക് വേണ്ടി ഇത്രയധികം കഷ്ടപ്പെട്ട് വളർത്തിയ ആണുങ്ങളാണെങ്കിൽ ആ കുട്ടി വളരാൻ സ്വന്തം ജീവിതത്തിലെ സൗകര്യങ്ങൾ പോലും മാറ്റിവെച്ച് ഗൾഫിലാണെങ്കിലും മറ്റു പട്ടണങ്ങളിലാണെങ്കിലും തൊഴിൽ സ്ഥലങ്ങളിലാണെങ്കിലും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വളർത്തിയ ഈ മക്കൾ, ആ മക്കളുടെ പാരന്റ് ആരാണ്? ഇന്ന് നിങ്ങളാണോ ആ മക്കളുടെ രക്ഷിതാക്കൾ? അല്ല. വരുന്ന ഒരു തലമുറക്ക് ഉമ്മയും ഉപ്പയുമല്ലാത്ത ഒരു തേർഡ് പാരന്റ് വന്നിട്ടുണ്ട്. അതാരാണ്? അത് ഈ നാട്ടിലുള്ള സംസ്കാരം, അവന്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ, നിങ്ങളുടെ നെറ്റ് കണക്ഷൻ, അവിടെ നിന്നുകൊണ്ട് തുടങ്ങിയിട്ട് അതുമായി ബന്ധപ്പെട്ട അവന്റെ കൂട്ടുകാർ, മൂന്നാമത്തെ ഒരു രക്ഷിതാക്കൾ ഈ കുട്ടിക്ക് വന്നിരിക്കുന്നു. ഈ കുട്ടികളെ നാം ശരിക്കും ചെറുപ്പത്തിൽ തന്നെ പിടിച്ചിട്ടില്ലെങ്കിൽ എവിടെ എത്തും എന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഉണ്ടായിരിക്കാം. നിങ്ങൾ കുട്ടികളുടെ രക്ഷിതാക്കളല്ല, നമ്മൾ നമ്മുടെ മക്കളുടെ രക്ഷിതാക്കളല്ല. നമ്മുടെ മക്കൾ ഒരു മെസ്സ് ഹാളിൽ അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ, വെറുതെ ഭക്ഷണം വിളമ്പുന്ന ഹോട്ടലിൽ വന്ന് നേരത്തിന് ഭക്ഷണം കഴിച്ചു പോകുന്നു എന്നതൊഴിച്ചാൽ ആ ഹോട്ടലിൽ വിളമ്പിക്കൊടുക്കുന്ന പാചകക്കാരിയായ തൊഴിലാളിയായ ഒരു പെണ്ണും ആ ഹോട്ടലിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവരുന്ന, മെസ്സ് ഹാളിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവരുന്ന ഒരു ഉടമയും മാത്രമാണ് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് അവർ ആവഹിച്ചെടുക്കുന്ന സംസ്കാരവും മര്യാദകളും ജീവിതനിഷ്ഠകളും നമ്മുടേതല്ല, നമ്മൾ സ്വീകരിക്കേണ്ടതല്ല. അത് അവർക്ക് കൊടുക്കുന്നത് മറ്റാരോ ആണ്. ഈ മറ്റാരിൽ നിന്ന് നമ്മുടെ മക്കളെ നമ്മൾ പിടിച്ചെടുക്കാതിരുന്നാൽ ഈ കാലം ഒരിക്കലും നമ്മളെ രക്ഷിക്കുകയില്ല എന്നതാണ് ഒരു സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മഗ്രിബ് നമസ്കാരത്തിന്റെ ശേഷം, സാധാരണ റൗള ഷരീഫ് എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ വീടും മിമ്പറും മിഹ്റാബും അതിന്റെ ഇടയിലുള്ള ആ സ്ഥലത്തിരിക്കാറാണ് പതിവ്.
സാധാരണ മെഹ്റാബിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാതെ ആ റൗള ശരീഫിൽ ഇരിക്കാനാണ് പതിവ്. മസ്ജിദുൽ ഹറാം അന്നബവി മസ്ജിദുൽ നബവിയിൽ പോയാൽ ആ സ്ഥലവും വീടൊക്കെ ഇന്നും കാണാമല്ലോ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്നിട്ടില്ല. സഹാബികൾ ഇങ്ങനെ കാത്തിരുന്നു നബിയെ. നബി നേരെ വീട്ടിലേക്ക് പോയി. നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് അങ്ങോട്ട് വാതിൽ തുറന്ന്, പള്ളിയിൽ നിന്നൊരു വാതിൽ തുറന്നാൽ വീട്ടിലേക്കാണ് കയറിപ്പോയി. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മുതിർന്ന സഹാബികൾ അവിടെ തന്നെ ഇരുന്നു. സാധാരണ ഇവിടെ ഇരിക്കാറാണോ പതിവ്? ഇന്നിപ്പോ വീട്ടിലേക്ക് പോയത് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിനായിരിക്കും. നബി ഇപ്പൊ തിരിച്ചു വന്നേക്കാം. നബി വന്നാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരും, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ കേക്ക് പഠിച്ചു വളരാലോ എന്ന് കരുതിയിട്ട് അവിടെ തന്നെ ഇരുന്നു. ഇശാ ബാങ്ക് കൊടുക്കുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു വന്നത്. കുറച്ചു നേരം വൈകി. വീട്ടിലുള്ള എന്തോ കാര്യങ്ങളാണ്. തിരിച്ചു വന്ന് വാതിൽ വിരി പൊക്കിയിട്ട് നബി, അൻതും ഹുന, നിങ്ങൾ ഇവിടത്തേന് ഇരിക്കുകയാണല്ലേ, എന്നെ കാത്തിരിക്കുകയാണല്ലേ? അഹ്സൻതും, നന്നായി, നിങ്ങളവിടെ ഇരുന്നത് നന്നായി എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് ഒരു സൗഹൃദം പറഞ്ഞ് നിങ്ങൾ ഇവിടത്തേനെ ഇരിക്കുകയാണല്ലേ എന്നും പറഞ്ഞ് റസൂലുള്ള അവരുടെ മുമ്പിൽ വന്നിരുന്നു. മുമ്പിൽ വന്നിരുന്നിട്ട് ഒരു ഉമ്മാമ കുട്ടികൾക്ക് അല്ലെങ്കിൽ വല്ലിപ്പ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാറുള്ളത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ നോക്കൂ ആകാശത്തേക്ക്. മേൽക്കൂരയില്ലാത്ത മദീനത്തെ പള്ളിയിൽ എല്ലാവരും ഇങ്ങനെ നോക്കി ആകാശത്തേക്ക്. നക്ഷത്രത്തെ കണ്ടില്ലേ നിങ്ങൾ? കണ്ടു നബി. അന്നജൂമു അമനത്തുൽ ലിസ്സമാ. ഈ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ആകാശത്തിന് കാവൽ നിൽക്കുന്ന പോലെയാണല്ലേ? ആ കാവൽക്കാരാണ് അവർ. ഫഇദാ ദഹബത്തിൻ നുജൂം അത്തസ്സമാ അംറഹ. ഈ നക്ഷത്രങ്ങളെങ്ങാനും ആകാശത്തിൽ നിന്ന് നശിച്ചു പോയാൽ പിന്നെ ആകാശം എന്നൊന്നും ഉണ്ടാവില്ല, അത് തകർന്നു പോകും, ലോകാവസാനമായിരിക്കും. നമുക്കറിയാമല്ലോ, വൈദൻ നുജൂമു തുമിസത്. ആ നക്ഷത്രങ്ങളൊക്കെ തട്ടി ഉടഞ്ഞ് അതിന്റെ സ്ഥാനം തെറ്റി അത് നഷ്ടപ്പെട്ട് അതിന്റെ നാശ മൃതപ്രായമായി ആകാശവും ഭൂമിയും കൂട്ടിയിടിക്കുന്ന ഒരു ഖിയാമത്ത് നാളിനെ പറ്റിയാണ് നബി പറയുന്നത്. ഫഇദാ ദഹബത്തിൻ നുജൂം അത്തസ്സമാ അംറഹ. നക്ഷത്രങ്ങൾ പോയാൽ ആകാശത്തിന്റെ ആ ശിക്ഷയുടെ അല്ലെങ്കിൽ അവസാനത്തിന്റെ ആ കാര്യം വരും. സഹാബികളും കയറി ബോധ്യമായി, ശരിയെന്നെ, നക്ഷത്രമില്ല പിന്നെ ആകാശമില്ല. നബി പറഞ്ഞു, വഅന അമനത്തുൽ ലി ഉമ്മത്തി ലി അസ്ഹാബി. ഇനി എന്നെ നോക്കൂ, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. വഅന അമനത്തുൽ ലി അസ്ഹാബി. ഞാൻ എന്റെ സഹാബികളായ നിങ്ങളുടെ കാവൽക്കാരനാണ്, വിശ്വസ്ത കാവൽക്കാരനാണ്. ഞാനിവിടെ ഉള്ളപ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് തെറ്റുപറ്റിയാൽ എന്നെ അള്ളാഹു അറിയിക്കും, ഞാനത് നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾ ശരി ചെയ്താൽ എന്നെ അള്ളാഹു തആല അറിയിക്കും, ഞാനത് അംഗീകരിക്കും, നിങ്ങളോടത് പറയും അത് നല്ലതായിരുന്നു എന്ന്. നിങ്ങൾ അബദ്ധത്തിലേക്ക് പോകാനുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ വഴി കാണിക്കും. വിശ്വസ്തനായ കാവൽക്കാരനാണ് ഞാൻ. ഫഇദാ ദഹബതു അന, ഞാൻ നിങ്ങളിൽ നിന്ന് മറഞ്ഞുപോയാൽ അല്ലെങ്കിൽ തിരിച്ചുപോയാൽ, മരിച്ചുപോയാൽ, അതാ അസ്ഹാബി മാ യുഅദൂൻ, എന്റെ സഹാബികൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട ഒരവസ്ഥ വരും. ഞാനില്ലാത്ത സഹാബികളുടെ ഒരവസ്ഥ ഉണ്ടാകും. അതെന്തായിരുന്നു എന്ന് ചരിത്രം പിന്നീട് പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തപ്പോൾ കുറെ ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതുവരെ ചെയ്തിരുന്ന എല്ലാ പണി ഞങ്ങൾ ചെയ്യാം, ചില കർമ്മങ്ങളിൽ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾ ചെയ്യൂല. അതെന്താണ്? അബൂബക്കർ ചോദിച്ചു, അതെന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത്? ഞങ്ങൾ നമസ്കരിക്കും, അത് ജമാഅത്തായി തന്നെ നമസ്കരിക്കും. ഞങ്ങൾ കൊല്ലാകൊല്ലം ഹജ്ജിന് വരും, താല്പര്യത്തോടു കൂടി തന്നെ ഇതുവരെ കഴിഞ്ഞ പോലെ വരാം, റസൂലുള്ളാഹിന്റെ കാലത്തുള്ള പോലെ. ഞങ്ങൾ നോമ്പ് നോൽക്കും, നോമ്പ് കാലത്ത് റമദാനിലും അല്ലാത്ത നോമ്പൊക്കെ ഞങ്ങൾ നോറ്റോളാം, പ്രശ്നമൊന്നുമില്ല. ഏത് ചൂടും തണുപ്പുമാണെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ ചെയ്യും, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും.
സക്കാത്ത് കൊടുക്കാൻ പറയരുത്. അത് റസൂലിന്റെ കാലത്ത് പറഞ്ഞു, ഞങ്ങൾക്കത് കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് റസൂല് പറഞ്ഞത് ഞങ്ങൾ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റസൂല് മരിച്ചല്ലോ, നീ അബൂബക്കർ സിദ്ദീഖ് അത് പറയരുത്, സക്കാത്ത് കൊടുക്കാൻ ഞങ്ങൾക്കാവില്ല, അത് കാശ് എടുത്ത് തരില്ലാണല്ലോ, അത് ഞങ്ങൾ അധ്വാനിച്ച മുതലാണ്, അത് പഠിച്ചോന്ന് കൊടുക്കാൻ പറ്റില്ല, അത് ഞങ്ങൾക്ക് തന്നെ ഇവിടെ ആവശ്യമുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, റസൂലുള്ളാഹിന്റെ കാലത്ത് കൊടുത്തിരുന്ന ഒരു ഒട്ടകക്കുട്ടിയെങ്കിൽ ആ ഒട്ടകക്കുട്ടിക്ക് വേണ്ടി നിങ്ങളോട് ഞാൻ യുദ്ധം ചെയ്യും. സക്കാത്ത് നിഷേധിച്ച ആള് ഇസ്ലാം കാര്യത്തിൽ 5-1 തൂൺ തകർത്തവനാണ്, അവൻ മുർത്തദ്ദാണ്. സഹാബികളിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ആ സഹാബികളായിരുന്നില്ല അവർ യഥാർത്ഥത്തിൽ ഇസ്ലാം ഉൾക്കൊണ്ടവരായിരുന്നില്ല. അവർ പുതിയതായി ഇസ്ലാമിലേക്ക് വന്നൊരു കൂട്ടരായിരുന്നു, യഥാർത്ഥ സഹാബികളായിരുന്നില്ല. പക്ഷെ അതിന്റെ പരിക്കും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ആ സാമൂഹ്യ ഘടനയിലുണ്ടായ ഭിന്നിപ്പും സഹാബികളുടെ കാലത്ത് അവർ കണ്ടു. ഫൈദാ ദഹബത്തു അന, ഞാൻ പോയാൽ അതാ അസ്ഹാബി മാ യുഅദുൻ, താക്കീര് നൽകപ്പെടുന്ന പലതും എന്റെ സഹാബിമാർക്ക് വരും, അവർ അത് അനുഭവിക്കേണ്ടി വരുമെന്നത് അവിടെ മുതൽ അവർ അനുഭവിച്ചു തുടങ്ങി. ഒരുപാട് പ്രശ്നങ്ങൾ സഹാബത്ത് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു തആല സംരക്ഷിച്ചു നിർത്തിയെങ്കിലും സഹാബികളുടെ ജീവിതകാലത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. അന്ധവിശ്വാസങ്ങൾ വന്നു, അനാചാരങ്ങൾ വന്നു, സംഘടനകൾ വന്നു, രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു, ഹദീസുകൾ നിഷേധിക്കുന്ന അവസ്ഥ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതി പകുതി പിന്തുടരാ, പകുതി ഞങ്ങൾക്ക് പിന്തുടരാൻ സാധ്യമല്ല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതും താല്പര്യമുള്ളതുമെല്ലാം ഞങ്ങൾ പിന്തുടർന്നു കൊള്ളാം, ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തതും ഞങ്ങൾക്ക് പരിക്കുള്ളതും ഞങ്ങൾ പിന്തുടരാൻ തയ്യാറില്ല എന്നൊക്കെ പറയുന്ന മുസ്ലിമീങ്ങളുണ്ടായി. ഖുർആൻ അറിയാത്ത മുസ്ലിമീങ്ങളുണ്ടായി. ഖുർആൻ പഠിക്കാത്ത സഹാബികളുടെ കാലത്ത് ഖുർആൻ പഠിക്കാത്ത മുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ പിൽക്കാലത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയ, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയ വിശ്വാസികൾക്ക് ഖുർആൻ അറിഞ്ഞുകൂടാത്ത ആളുകളുണ്ടായി. ഖുർആൻ അറിയാത്ത മുസ്ലിം, ഷഹാദത്ത് കലിമയുടെ അർത്ഥമറിയാത്ത മുസ്ലിം. മുഹമ്മദ് അലി സാഹിബ് ഖുർആൻ QHLS ഖുർആൻ ഹദീസ് ലേണിംഗിനെ പറ്റി പറഞ്ഞപ്പോൾ അത്ഭുതപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ഖുർആൻ പഠിക്കാത്ത മനുഷ്യർ, മുസ്ലിങ്ങൾ, എങ്ങനെയാണ് അവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കുക, എങ്ങനെയാണ് അവർ ഉൾക്കൊള്ളുക? 17 പ്രാവശ്യം നിർബന്ധമായി ചൊല്ലേണ്ട സൂറത്തുൽ ഫാത്തിഹ അറിയാത്തവൻ എന്താണ് അള്ളാഹുവുമായിട്ട് അവനാ പറയുന്ന വാക്കുകൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഔദും ബിസ്മിയും ഓതിക്കൊണ്ടൊരു മനുഷ്യൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറയുമ്പോൾ അള്ളാഹു തആല അവന്റെ മലക്കുകളോട് ആകാശലോകത്ത് നിന്ന് പറയും, ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന്. വഇദാ ഖാല അർറഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹു എന്ന് സൂറത്തുൽ ഫാത്തിഹയുടെ അടുത്ത വചനം ഓതുമ്പോൾ അല്ലാഹു തആല മലക്കുകളോട് പറയും, അതാ എന്റെ അടിമ അസ്നാ അലയ്യ അബ്ദി, എന്റെ അടിമ എന്നെ അഭിനന്ദിച്ചിരിക്കുന്നു, എന്റെ മഹത്വം അവൻ വാഴ്ത്തിയിരിക്കുന്നു. വഇദാ ഖാല മാലികി യൗമിദ്ദീൻ, വിചാരണ ദിവസത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹു എന്ന് പറയുമ്പോൾ അള്ളാഹു തആല മലക്കുകളോട് പറയും, മജ്ജദനി അബ്ദി, എന്റെ അടിമ എന്റെ മഹത്വം അംഗീകരിച്ചിരിക്കുന്നു. ഇഹലോകത്ത് മാത്രമല്ല പരലോകത്തും ഞാൻ തന്നെയാണ് മഹാൻ, ഞാൻ തന്നെയാണ് പരമാധികാരി, ഞാനാണ് പരലോകത്തിന്റെ ഉടമ, സ്വർഗനരകങ്ങളുടെ ഉടമ ഞാനാണ് എന്ന് അംഗീകരിച്ചുകൊണ്ടാണ് അവൻ എന്റെ മുമ്പിൽ കയ്യും കെട്ടി നിൽക്കുന്നത്. എന്റെ മഹത്വം ഇഹലോകത്തും പരലോകത്തും അവൻ വാഴ്ത്തിയിരിക്കുന്നു, അംഗീകരിച്ചിരിക്കുന്നു. വഇദാ ഖാല ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, എന്റെ മഹത്വം വാഴ്ത്തി എന്നെ സ്തുതിച്ച് എന്നെ പ്രകീർത്തിച്ചതിന്റെ ശേഷം ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നാഥ റബ്ബേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുമ്പോ അല്ലാഹു തആല പറയും, ഹാദാ ലി അബ്ദി വലി അബ്ദി, ഹാദാ ബൈനി വബൈന അബ്ദി വലി അബ്ദി മാ സഅൽ, ഇത്
ഞാനും എന്റെ അടിമയും തമ്മിലുള്ള ഒരു ഇടപാട് നടക്കുകയാണ്. ഇനി എന്നെ സ്തുതിച്ച, എന്നെ വാഴ്ത്തിയ, എന്നെ അംഗീകരിച്ച ആ അടിമയും ഞാനും തമ്മിൽ ഒരിടപാട് നടക്കാൻ പോവുകയാണ്. എന്താണത്? ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ആരാധനയും അർപ്പണവും അവന്റെ വിനയവും അവന്റെ താഴ്മയും അവന്റെ എല്ലാം അവൻ എനിക്ക് നൽകുകയാണ്. വ ഇയ്യാക നസ്തഈൻ, അവന്റെ തേട്ടവും അവന്റെ പ്രതീക്ഷയും എന്നോട് അവൻ പ്രതീക്ഷിക്കുകയാണ്, എന്നോട് സഹായം തേടുകയാണ് അവൻ. അതുകൊണ്ട് ഞാൻ അവന് ചോദിച്ചത് വലി അബ്ദി മാസഅൽ, അവന്റെ സഹായം തേടട്ടം ഞാൻ കേട്ട് ഞാനത് അവന്റെ സഹായം കൊടുക്കാൻ പോകുന്നു. അവൻ എനിക്ക് ആരാധന തരുമ്പോ പകരമായി ഞാൻ അവനെ സഹായിക്കുന്നു. അവന്റെ മനസ്സിനെ, അവന്റെ ജീവിതത്തെ ഞാൻ അവനെ സഹായിക്കാൻ പോവുകയാണ്. വഇദാ ഖാല ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, നാഥ, നേരായ മാർഗത്തിൽ ജീവിച്ച നിന്റെ അനുഗ്രഹീതരായ, നിന്റെ നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കണമേ, സിറാത്തുൽ മുസ്തഖീമിലേക്ക് ചേർക്കണമേ. നീ കോപ്പിച്ച ആളുകളോ നിന്റെ വഴിപഴച്ച ആളുകളുടെയോ കൂട്ടത്തിൽ ചേർക്കല്ലേ എന്ന് പറയുമ്പോ അള്ളാഹു പറയും, ഇല്ല, നിന്നെ ആ കൂട്ടത്തിൽ ചേർക്കില്ല. നിന്നെ വഴിതെറ്റിയവരുടെ കൂട്ടത്തിൽ ഞാൻ ചേർക്കില്ല. നീ എന്നെ സ്തുതിച്ചവനാണ്, നീ എന്നെ പുകഴ്ത്തിയവനാണ്, നീ എന്നെ അറിഞ്ഞ് അംഗീകരിച്ചവനാണ്, എന്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കിയവനാണ്, എന്നോട് നീ പ്രാർത്ഥിക്കുന്നവനും ആരാധിക്കുന്നവനുമാണ്, എന്നോട് മാത്രം സഹായം തേടുന്നവനാണ് നീ. അതുകൊണ്ട് നിന്നെ ഞാൻ സഹായിക്കും, നിന്നെ ഞാൻ സിറാത്തുൽ മുസ്തഖീമിൽ, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച, ഞാൻ അനുഗ്രഹിച്ച മഹാന്മാരായ സാലിഹീങ്ങളുടെയും അമ്പിയാക്കളുടെയും സിദ്ദീഖുകളുടെയും വഴിയിൽ അവനെ ഞാൻ ചേർക്കും. പിഴച്ചുപോയ, കോപത്തിന് വിധേയമായ ആ പാപ്പികളുടെ വഴിയിൽ ഞാൻ അവനെ ചേർക്കുകയില്ല. ഹാദാ ലി അബ്ദി വലി അബ്ദി മാ സഅൽ, അവൻ ചോദിച്ചത് എന്റെ അടിമക്ക് ഞാൻ കൊടുക്കാൻ പോകുന്നു. അവൻ ചോദിച്ചതൊക്കെ അവന് ഞാൻ കൊടുക്കാൻ പോവുകയാണ്. അള്ളയും നമ്മളും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഈ സൂറത്തുൽ ഫാത്തിഹ. ഇതിന്റെ അർത്ഥം നമ്മൾ അറിയാതെ അങ്ങനെ ചൊല്ലിപ്പറഞ്ഞാൽ എന്തർത്ഥമാണ് ഈ നമസ്കാരത്തിനുള്ളത്? ആരോടാണ് നമ്മളൊരു അപേക്ഷാ ഫോറം വില്ലേജ് ഓഫീസിലേക്ക് ഒരു അപേക്ഷാ ഫോറം അയക്കുന്നു, അത് എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ, അത് വായിക്കാൻ അയാൾക്കും അറിഞ്ഞുകൂടെങ്കിൽ എന്തർത്ഥമാണ് ആ അപേക്ഷാ ഫോറത്തിന്? അപ്പൊ പഠിച്ചവനും നമ്മളും തമ്മിലുള്ള ആ ഒരു സംഭാഷണമാകുന്ന, ഒരു മുനാജാത്താകുന്ന സൂറത്തുൽ ഫാത്തിഹ പോലും പഠിക്കാത്ത ഒരു മനുഷ്യന്റെ ഇസ്ലാമുമായി എന്ത് ബന്ധമാണ് അവനുള്ളത്? പക്ഷേ നമ്മളിൽ എത്ര പേർ ആ സൂറത്തുൽ ഫാത്തിഹ പഠിച്ചു? അത് പഠിക്കണം എന്ന് നമുക്കൊരു തോന്നലുണ്ടോ? അങ്ങനെ ഒരു ബോധം നമ്മളെ മക്കൾക്ക് അങ്ങനെ സൂറത്തുൽ ഫാത്തിഹ പഠിച്ച ഒരു മക്കളാവണം എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഇവിടെയാണ് കിയോച്ചല്ലസിന്റെ പ്രശ്നം വരുന്നത്. ഈ കിയോച്ചല്ലസ് എന്ന് പറയുന്നത് മദ്രസയുടെ ഒരു മുതിർന്ന, അല്ലെങ്കിൽ അതിന്റെ ഒരു ഹയർ ഗ്രേഡാണ്. ഏകദേശം മദ്രസ എന്നൊക്കെ പറഞ്ഞാൽ എത്ര കാലമുള്ളൂ? ഏറിയാൽ ഒരു യു പി സ്കൂൾക്ക് പോവുകയുള്ളൂ. ഒരു 5ാം ക്ലാസ് വരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിയുടെ ഒരു 10 വയസ്സ് വരെ, അല്ലെങ്കിൽ ഏറിയാൽ ഒരു 12 വയസ്സ് വരെ, അതല്ലേ മദ്രസയുള്ളൂ. ഈ 12 വയസ്സിന്റെ ഇടക്ക് അവന് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? മരണം വരെയുള്ള അവന്റെ ജീവിതത്തിൽ ചെയ്യേണ്ട ഇബാദത്തുകൾ എങ്ങനെയാണ് അവന്റെ ഇബാദത്തുകൾ, അവന്റെ ജീവിതം എങ്ങനെയാ? അവൻ വലുതാകുമ്പോ അവൻ ആവശ്യമായ ജീവിതത്തിലേക്കുള്ള മതധർമ്മ നിർദ്ദേശങ്ങളാണ് അവൻ കൊടുക്കുന്നത്. അവന് നമ്മൾ ഈ 10-12 വയസ്സുകൊണ്ട് കൊടുക്കേണ്ടത് മദ്രസയിൽ നിന്ന്. പിന്നെ ഔപചാരികമായ മതപഠനം വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. ബാക്കി അവൻ സ്കൂളിലും കോളേജിലുമാണ്. ഹിന്ദിയും ഇംഗ്ലീഷും അതുപോലെ തന്നെ അറബി ഭാഷയും സാഹിത്യവും കണക്കും സയൻസും IT-യും ഇൻഫർമേഷൻ ടെക്നോളജിയും ശാസ്ത്ര സാങ്കേതിക വിദ്യകളുമാണ് പഠിക്കുന്നത്. അതിൽ നിന്ന് അവന്റെ പരലോകത്തേക്കുള്ള നേരിട്ടൊന്നും അവന് കിട്ടുന്നില്ല. അപ്പൊ പിന്നെ ഈ 12 വയസ്സുകൊണ്ട് കിട്ടിയത് മാത്രം നമുക്ക് പരലോകത്തേക്ക് സമ്പാദിക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. പരലോകത്തേക്ക് കൊണ്ടുപോകേണ്ട എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഒരു കുട്ടി വലുതാകുമ്പോൾ.
ഒരു ആൺകുട്ടി അവനൊരു വലിപ്പം വെക്കും, ഒരു പെൺകുട്ടി അവന്റെ പ്രായപൂർത്തി എത്തുമ്പോൾ അവന്റെ ബാധ്യത എന്താണ്? അവന്റെ കുടുംബത്തിനോട്, മാതാപിതാക്കളോട്, സമൂഹത്തിനോട് വഴിതെറ്റി വരുന്ന ഈ തിന്മകളെ അവൻ എങ്ങനെ കാണണം? അപകടപ്പെടുത്തി നമ്മളെ കുട്ടികളെയൊക്കെ എല്ലാ അർത്ഥത്തിലും കണ്ണിലും കാതിലും കരളിലും കയറി നിരുന്ന് അവനെ അപകടപ്പെടുത്തുന്ന പൈശാചികമായ ഈ പ്രവർത്തനങ്ങളെ തടുക്കാൻ അവൻ എന്താണ് ഈ 12 വയസ്സുകൊണ്ട് പഠിച്ച അമലിയാത്തും ദീനിയാത്തും കൊണ്ട് മതിയാവോ? പോരാ. അപ്പൊ 12 വയസ്സ് കഴിഞ്ഞാലും അവൻ ആഴ്ചയിൽ 2 മണിക്കൂറെങ്കിലും അവൻ നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കണം. മരണം വരെ അവൻ പഠിച്ചുകൊണ്ടിരിക്കണം. മൻ റബ്ബുക, നിന്റെ റബ്ബ് ഏതാണ് എന്ന് ചോദിക്കുമ്പോ റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അള്ളയാണ് എന്ന് 6-ാം വയസ്സിലും 8-ാം വയസ്സിലും പഠിച്ച ആ അള്ളാഹുവിനെ അങ്ങനെ അറിഞ്ഞാൽ പോരാ, കൃത്യമായി ബോധത്തോടുകൂടി നല്ല വിചാരത്തോടുകൂടി തന്നെ ആ അള്ളാഹുവിനെ അറിയണമെങ്കിൽ മുതിർന്ന ആളുകളും ഖുർആൻ പഠിക്കാൻ വരണം. മാ ഇമാമുക, നിന്റെ ഇമാമ് ഏതാണ് എന്ന് ചോദിക്കുമ്പോ അന്ന് പണ്ട് ചെറുപ്പകാലത്ത് അമലിയാത്തും ദീനിയാത്തും പഠിച്ച കാലത്ത് ഞാൻ കുറച്ച് ഖുർആനൊക്കെ ചൊല്ലിപ്പഠിച്ചിരുന്നു, അതിന്റെ ഇമാമേരിക്കും എന്ന് പറഞ്ഞാൽ പോരാ. എന്റെ ഇമാമ് ഖുർആനാണ്. ആ ഖുർആൻ എന്റെ ജീവിതാവസാനം വരെ പഠിച്ചവനെ ഞാൻ പഠിക്കാൻ ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും ഞാൻ ചെലവഴിച്ചിട്ടുണ്ട് എന്ന് പറയാൻ നമ്മിൽ എത്ര പേർക്ക് സാധിക്കും? അത് സാധിക്കാനാണ് QHLS MSMന്റെ ഇഖ്റ പാഠശാല ആഴ്ചയിൽ ഒരിക്കൽ ഞായറാഴ്ച ദിവസം നടക്കുന്ന അതിന്റെ ആദ്യഘട്ടമാണ് യഥാർത്ഥത്തിൽ ഈ മദ്രസ എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഞാൻ പോയാൽ എന്റെ സഹാബിമാർക്ക് അതിന്റെ അപകടം കാണാം. എന്നിട്ട് മൂന്നാമതായി നബി പറഞ്ഞു, എന്റെ സഹാബികൾ പോയാൽ, അവർ മരിച്ചു പോയാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചിട്ട് ഒരു 100 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒരു സഹാബി മരിക്കുന്നത്, അവസാനത്തെ സഹാബി മരിക്കുന്നത്. 1 നൂറ്റാണ്ട് കാലം സഹാബി ജീവിച്ചിട്ടുണ്ട് സഹാബികളാണ്. ഫൈദാ ദഹബത് അസ്ഹാബി, എന്റെ സഹാബികളും കൂടി മരിച്ചുപോയാൽ അതാ ഉമ്മത്തി മാ യുഅദൂൻ, എന്റെ സമുദായത്തിന് അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ അവസ്ഥ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ അവസ്ഥയിലാണ് ഇന്ന് നമ്മളുള്ളത്. ഈ സമുദായത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരവസ്ഥ വന്നിട്ടുണ്ട്. എന്താണ് ആ അവസ്ഥ? ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്റിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലു ജുഹറ റബ്ബിൻ ലദഖൽതുമുഹു. നിങ്ങളുടെ പൂർവ്വ സമുദായത്തിന് വന്ന ആ ഒരവസ്ഥ, അത് ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും, ഒരിക്കലും സംശയിക്കേണ്ടതില്ല. എന്തിനാ ഇത് പറയുന്നത്? ഈ സമൂഹത്തിൽ പൂർവിക സമുദായത്തിനുണ്ടായ അതേ ദുരന്തം, അത് ചാണിന് ചാണായും മുഴത്തിന് മുഴമായും ഈ സമൂഹം ചാണോട് ചാണ്, ഇഞ്ചോടിഞ്ച് പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം വരും. അതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം. അതിനാ നബി ഇത് താക്കീത് നൽകുന്നത്. ഹത്താ ലൗ ദഖലു ജുഹറ റബ്ബിൻ, അവർ ഉടുമ്പിന്റെ മാളത്തിൽ കടന്നാൽ ലദഖൽതുമുഹു, നിങ്ങളും അങ്ങോട്ട് കടക്കും. ഏതാ പൂർവിക സമൂഹത്തിന് വന്ന അബദ്ധം? എന്താണ് പൂർവിക സമൂഹത്തിന് വന്ന അബദ്ധം? ഒന്നാമതായി അവർ വേദഗ്രന്ഥത്തെ അപമാനിക്കുകയും അവഗണിക്കുകയും ചെയ്തു. ഹിജ്റ 4-ാമത്തെ കൊല്ലത്തിൽ ഒരായത്ത് ഇറങ്ങിയുന്നുണ്ട് സൂറത്തു അഹ്ഖാഫിൽ. അല്ലാഹു തആല ആ ആയത്തിനെ നമുക്ക് ഇങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അലം യഅനി ലില്ലദീന ആമനു, സൂറത്തു ഹദീദിൽ, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ് വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ ഫതാല അലൈഹിമുൽ അമദ് ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് പടച്ചവനെ ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് വായുവും വെള്ളവും തരുന്ന, നിങ്ങളെ വായ കീറിയ, നിങ്ങൾക്ക് ജീവിക്കാൻ സൗകര്യമുള്ള കൗര്യങ്ങളൊക്കെ ഈ ഭൂമിയിൽ ഏർപ്പെടുത്തി തന്ന ആ പടച്ചവനെ ഓർക്കാൻ വിശ്വാസികൾക്ക് സമയമായില്ലേ? വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ, മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ആ സമുദായത്തിന് വന്ന അബദ്ധം
നിങ്ങൾക്ക് വരാതിരിക്കാൻ നേരമായില്ലേ? എന്താണ് ആ സമുദായത്തിന് വേദഗ്രന്ഥം നൽകപ്പെട്ട പൂർവിക സമൂഹത്തിന് വന്നത്, യഹൂദ നസാറാക്കൾക്ക് വന്നത്? ഫതാല അലൈഹിമുൽ അമദ്, വേദത്തിന്റെ ആ ആഗമനകാലം ദീർഘിക്കും തോറും ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയം കടുത്തുപോയി. വേദം വന്നപ്പോൾ, വേദത്തിലൂടെ ഈസാ നബി അലൈഹി ഇസ്ലാമിന് ഇഞ്ചീൽ ഇറക്കി കൊടുത്തപ്പോ ആവേശഭരിതമായി ആ ഇഞ്ചീലിനെ അവർ നെഞ്ചോടണച്ചു ചേർത്തിരുന്നു. മൂസാ അലൈഹി ഇസ്ലാമിന് തൂർ സീനാ പർവ്വതത്തിൽ വെച്ച് തൗറാത്ത് കൊടുത്തപ്പോൾ ആവേശഭരിതമായി അവർ നെഞ്ചോട് അണച്ചു ചേർത്തിരുന്നു. അതിനെ എന്ത് ത്യാഗം ചെയ്തുകൊണ്ടും ആ തൗറാത്തിനെ സംരക്ഷിക്കാനും ആദരിക്കാനും ഇഞ്ചീലിനെ സംരക്ഷിക്കാനും ആദരിക്കാനും അവർ തയ്യാറായി. ദിവസം കഴിയും തോറും തൗറാത്ത് മിഞ്ഞാന്ന് വന്ന തൗറാത്തല്ലേ, 4 നാള് വന്ന തൗറാത്തല്ലേ, കഴിഞ്ഞ ആഴ്ച വന്ന പഠിപ്പിച്ച തൗറാത്തല്ലേ, കഴിഞ്ഞ മാസം വന്നതല്ലേ, കഴിഞ്ഞ കൊല്ലത്തതല്ലേ, അങ്ങനെ വന്ന് അതിങ്ങനെ പഴമ വന്നു. തൗറാത്തിനും ഇഞ്ചീലിനും വേദഗ്രന്ഥത്തിന് പഴമ വന്നു. നമ്മളെ പുത്തനുടുപ്പ് വന്നാൽ പഴമ വരൂലേ? ഒരു പുത്തനുടുപ്പുണ്ടായാൽ അതേ നമ്മളെ കല്യാണത്തിന് മുമ്പുള്ളൂ. അതുകൊണ്ട് തേച്ചോണ്ടോ അറിയാം, ആ നല്ലത് കൊണ്ട് തേച്ചോണ്ടാളാം. ഇന്ന് കല്യാണമൊക്കെ ഉള്ള ദിവസമാണ്. പിന്നെ അതിങ്ങനെ 1 മാസം 2 മാസം 3 മാസം കഴിയുമ്പോൾ അതും പഴയതിന്റെ കൂട്ടത്തിലായി. പിന്നെ അതിനോടൊരു താല്പര്യമില്ലാതെ പോയി. വേദഗ്രന്ഥം വന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പോൾ അതിനോടൊക്കെ അവർക്ക് താല്പര്യമുണ്ടായി. നിങ്ങൾ നോക്കൂ ഫിറഔനിന്റെ ചരിത്രം. മൂസാ നബി അലൈഹി സ്വലാം ചെന്ന് ഫിറഔനിന്റെ കൊട്ടാരത്തിന്റെ മുമ്പിൽ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ ഇസ്രായേലിയർ വിശ്വസിച്ചു. ഇസ്രായേൽ സമൂഹം വിശ്വസിച്ചു. ആ മുഅ്ജിസത്ത് കാണിച്ചു കൊടുക്കുകയും ഫിറഔനിന്റെ കങ്കട്ടുകൾ നശിക്കുകയും മൂസാ നബി അലൈഹി സ്വലാമിന്റെ അസാ മൂസ എന്ന മുഅ്ജിസത്ത് അത് ശക്തമായി വിജയിക്കുകയും ചെയ്തപ്പോൾ ബനൂ ഇസ്രായേൽക്കാർ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ആമന്നാ ബിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ബനൂ ഇസ്രായേൽക്കാരായ ആളുകൾ, അവിശ്വാസികളായ ആളുകളൊക്കെ വിശ്വസിച്ചു. മൂസാ നബിന്റെ ആ വാചകം കേട്ടപ്പോ, മുഅ്ജിസത്ത് കണ്ട് പുലർന്നപ്പോ വിശ്വസിക്കന്നെ, ഇനി മരിച്ചാലും വേണ്ടില്ല, ഈമാൻ അല്ലാതെ വേറൊരു മാർഗമില്ല. എന്തൊരു താല്പര്യം എന്നറിയാം ഞങ്ങൾക്ക്. ഫിറഔൻ പറഞ്ഞു, ആമൻതു ലഹു ഖബ്ല അൻ ആദന ലക്കും ഇന്നഹു ലകബീറുക്കും അല്ലദീ അല്ലമക്കും അസ്സിഹർ. എന്റെ കയ്യിൽ അടിമകളായി ജീവിച്ചിരുന്ന നിങ്ങൾ, ഞാൻ ഉപ്പും ചോറും തന്ന് വളർത്തിയ എന്റെ അടിമകളായ നിങ്ങൾ, എന്റെ സമ്മതമില്ലാതെ നിങ്ങൾ മൂസന്റെ കൂടെ വിശ്വസിക്കേ? ഞാനല്ലേ നിങ്ങളുടെ റബ്ബ്? മൂസ ആരാണ്? ഇത്രകാലം എന്റെ പിന്നിൽ തലമുറകളായി എന്റെ കയ്യിൽ ജീവിച്ച നിങ്ങൾ, എന്റെ അടിമകളായി ജീവിച്ച നിങ്ങൾ മൂസയിൽ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിനെ വിശ്വസിക്കുകയോ? ലഉഖത്തിഅന്ന ഐദിയക്കും വഅർജുലക്കും മിൻ ഖിലാഫ് സുമ്മ ലഉസല്ലിബന്നക്കും അജ്മഈൻ. നിങ്ങളെ കയ്യും കാലും, ഇടത്തെ കയ്യും വലത്തെ കാലും, വലത്തെ കയ്യും ഇടത്തെ കാലും വെട്ടിയിട്ട് ഞാൻ നിങ്ങളെ കുരിശിൽ തറക്കും. എന്താ നിങ്ങൾ വിചാരിച്ചത്? ഫിറഔൻ പറഞ്ഞപ്പോ അതൊരു രാഷ്ട്രനായകന്റെ ശബ്ദം മാത്രമായിരുന്നില്ല. അന റബ്ബുക്കുമല്ലായില്ല, ഞാൻ നിങ്ങളുടെ റബ്ബാണ് എന്ന് പറയുന്ന റബ്ബാണ് പറയേണ്ടത്. നിങ്ങളെ ആ കയ്യും കാലും വെട്ടിമുറിച്ച് കുരിശിലേറ്റുന്നു. ബനൂ ഇസ്രായേൽക്കാര് പറഞ്ഞു, ഞങ്ങൾ കുലുങ്ങുകയില്ല, അതുകൊണ്ടൊന്നും അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഇനി ഞങ്ങളെ കുരിശിലേറ്റി കാണാം. ഇന്നാ ഇലാ റബ്ബിനാ മുൻഖലിബൂൻ. നീ ഞങ്ങളെ കുരിശിലേറ്റിയാൽ ഞങ്ങൾ ഇഞ്ചിഞ്ചായി കുരിശുമരത്തിൽ കിടന്ന് ഇഞ്ചിഞ്ചായി മരിച്ച് റബ്ബിന്റെ അടുക്കലേക്ക് മടങ്ങി ചെല്ലും. റബ്ബ് ഞങ്ങൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വിശ്വാസികളാണ്. ഈ വിശ്വാസത്തെ തടുക്കാൻ, ഈ വിശ്വാസത്തെ തകർക്കാൻ, ഈ മൂസാ നബി അലൈഹി സ്വലാം പഠിപ്പിച്ച ഷഹാദത്ത് കലിമയെ തകർക്കാൻ നിന്റെ ഭരണാധികാരത്തിനോ നിന്റെ ദിവ്യത്വത്തിനോ ഈജിപ്തിലെ ഭരണകൂടത്തിനോ സാധ്യമല്ല. അത്രയധികം ഉറച്ച വിശ്വാസികൾ. ആ വിശ്വാസികളുടെ കഥ എന്തായി? കുറച്ചൊക്കെ ഇങ്ങനെ കഴിഞ്ഞു. ഞങ്ങൾ അള്ളാന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും, കുരിശി തറച്ചോ, ഞങ്ങളെ കൊന്നോ, ഞങ്ങൾ പടച്ചോന്റെ അടുക്കലേക്ക് ഇഞ്ചിഞ്ചായി മരിച്ച് സ്വർഗത്തിലെത്തും എന്ന് പറഞ്ഞാൽ മാത്രം യഖീൻ ഉണ്ടായിരുന്ന, ഈമാൻ ഉണ്ടായിരുന്ന ഇസ്രായേൽ സമൂഹം പിന്നെ എന്തായി? അവർക്ക് അല്ലാഹു തആല മന്നും സൽവയും സീനാ പർവ്വതത്തിൽ വെച്ച് എല്ലാ സൗകര്യവും ഇറക്കി കൊടുത്തിട്ടും അവസാനം പറഞ്ഞു, ഞങ്ങൾക്ക് മടുത്തു മൂസ, ഞങ്ങൾക്ക് മടുത്തു, കുറെ കാലായില്ലേ ഈ അള്ളി റബ്ബൊക്കേറ്റ് കിടക്കണ, മടുത്തു, ഞങ്ങളെ കൊണ്ട് ഇനി ആവില്ല, ജിജി എന്റെ റബ്ബു എന്താ ചെയ്തോ, ഞങ്ങൾ ഇവിടെ സുഖമായി ജീവിക്കട്ടെ. എത്ര എളുപ്പമാണ് സമൂഹത്തിന്റെ ആവേശം പോയത്, ഈമാൻ ചോർന്നു പോയത്.
അവർക്ക് വിശ്വാസമില്ലാതെയായത്. ഞങ്ങൾ കുരിശിൽ കിടന്ന് മരിച്ചാലും സ്വർഗത്തിലെത്തും, നിന്നെ പേടിക്കൂല എന്ന് പറയുന്ന ആ ഫിറഔനിന്റെ മുമ്പിൽ ഈമാനിന്റെ തിളക്കം കാണിച്ച ആളുകൾ എത്ര എളുപ്പമാണ് ആ തിളക്കം നഷ്ടപ്പെട്ടത് അവർക്ക്. പിന്നെന്തായി? എന്തായാലും വേണ്ടില്ല, പ്രശ്നമൊന്നുമില്ല, ഇനി മൂസി റബ്ബും കൂടി നോക്കട്ടെ, ഞങ്ങളെ കൊണ്ടാവൂല. ബനൂ ഇസ്രായേലിന്റെ പതനം അതായിരുന്നു. അതാ അല്ലാഹു തആല പറഞ്ഞത്, വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ. മുമ്പ് വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ട ആളുകൾക്ക് പറ്റിയത് ആദ്യകാലത്തൊക്കെ ഒരു ആവേശത്തിൽ വിശ്വസിച്ചു, പിന്നെ ഒരാവേശം ഉണ്ടായില്ല, പിന്നെ തകർന്നു പോയി. ഇനി എന്തായാലും വേണ്ടില്ല, എന്ത് പഠിച്ചോൻ എന്ത് ബില്ല. വകസീറും മിന്നും ഫാസിഖൂൻ, അധിക പേരും തമ്മാടികളായി ദുർമാർഗികളായി മാറി. ഈ അവസ്ഥ വിശ്വാസികളെ നിങ്ങൾക്ക് വരാതിരിക്കണമെങ്കിൽ ഈ ഖുർആൻ ജീവനോടുകൂടി നിങ്ങളുടെ നാവിലുണ്ടാവണം, നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, നിങ്ങളുടെ വീട്ടിൽ പാരായണം ചെയ്യപ്പെടണം. നിങ്ങളുടെ മക്കളുടെ ചോരയിൽ, അവരുടെ മനസ്സിൽ, അവരുടെ രക്തജാടികളിൽ ഈ ഖുർആനിന്റെ വചനങ്ങൾ ഉണ്ടാവണം. അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചു. ഈ ഖുർആൻ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി കൊടുത്ത് വളർത്തിയ ആ സമൂഹത്തെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ അള്ളാന്റെ റസൂല് പറയുന്നു, പടച്ചവനെ, ഖുർആൻ തള്ളിക്കളഞ്ഞത് കൊണ്ടാണ് എന്റെ സമൂഹം ഇത്രയധികം ദുരന്തത്തിലേക്ക് എത്തിയത്. ശിർക്ക് ചെയ്യുന്നവരോടൊപ്പം തോന്നിവാസികളോടൊപ്പം നരകത്തിൽ പോകേണ്ടി വന്നത്. ഇന്ന ഖൗമി ഇത്തഖദൂ ഹദൽ ഖുർആന മഹ്ജൂറ, എന്റെ ഖൗമ് ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞു. ഒരു ഹിന്ദി പുസ്തകത്തിന്റെ വില, അല്ലെങ്കിൽ ഒരു കണക്ക് പുസ്തകത്തിന്റെ ഒരു ചാപ്റ്ററിന്റെ വില പോലും സൂറത്തുൽ ഇഖ്ലാസിന് കൽപ്പിച്ചില്ല. എന്ന് പറഞ്ഞാൽ കണക്ക് പഠിക്കുന്ന കുട്ടിയെ നമ്മൾ കണക്ക് പഠിപ്പിക്കാൻ വേണ്ടി ട്യൂഷൻ അയക്കുന്ന കുട്ടിക്ക് ഒരു ഇഖ്ലാസിന്റെ, സൂറത്തുൽ ഇഖ്ലാസിന്റെ ഖുൽവന്റെ അർത്ഥം പോലും പഠിപ്പിക്കണമെന്ന തോന്നല് നമുക്ക് ഉണ്ടായില്ല. അല്ലേ? അത് എവിടെയാ നമ്മളെ കുട്ടികളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ മദ്രസയിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട് അല്ലെ, അതൊരു പേരിന്. എങ്ങനെ പേര്? മദ്രസയിൽ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മാർഗത്ത് കൂടിയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. നാട്ടില്, ഞങ്ങളുടെ നാട്ടിലൊക്കെ മദ്രസയിൽ പറ്റില്ല പറഞ്ഞാൽ നമ്മളെ ജാതി അല്ലേ എന്നാ ചോദിക്കാം. അപ്പൊ ആ പേരിനൊന്ന് മദ്രസയിൽ പറഞ്ഞേക്കും. എങ്ങനെയാ മദ്രസയിൽ പറഞ്ഞേക്കാം? അതാ നേരെ എഴുന്നേറ്റ ആ വെറേറ്റിൽ അങ്ങനെയാണ് പറഞ്ഞേക്കും. ഓനൊന്ന് പല്ലേച്ച് കൊടുക്കേ, ഒന്ന് കുളിപ്പിക്കേ, ഒരു നരൽ വെള്ളം കൊടുക്കില്ല, മദ്രസ പോയിക്കോ. അത് ഒരു ചടങ്ങാണ്. മദ്രസ പോകുക എന്നുള്ള ഒരു ചടങ്ങാണ്. സ്കൂൾ പോകാനായിട്ടില്ല, പല്ലേക്കണം, കുളിക്കണം, ആ നല്ല വസ്ത്രം ഇടണം, ആ ഷൂ മാറ്റണം, ആ കുപ്പായം ഒന്ന് മാറ്റണം. സ്കൂൾ പോകണമെങ്കിൽ എത്ര വൃത്തിയായി പോകണം. ഇതിനാ മദ്രസിൽ എങ്ങനെ അങ്ങനെ കേലയൊക്കെ തൂങ്ങി അങ്ങനെ മുടിയൊന്നും വരണ്ട, മദ്രസക്കല്ലേ അങ്ങനെ പോയിക്കോ. എന്തിനാ ഖുർആൻ പഠിക്കാൻ? പിന്നെ ഹിന്ദി പഠിക്കാൻ, കണക്ക് പഠിക്കാൻ, അതിനൊക്കെ വളരെ പ്രഷറായിട്ട്, അതിനൊക്കെ വളരെ ഗംഭീരമായിട്ട് പോകണം. എവിടുക്കാ നമ്മൾ ഈ പോകുന്നത്? എവിടുക്കാ നമ്മൾ പറഞ്ഞയക്കുന്നത്? ഏകദേശം 26 കൊല്ലം പഠിച്ചു ഞാൻ. ഒരുപാട് സർട്ടിഫിക്കറ്റിന്റെ കയ്യിലുണ്ട്. നിങ്ങളൊക്കെ അതിനേക്കാളും വലിയതുണ്ട് എന്നുള്ളത് എനിക്കറിയാം. ഞാൻ പറയുന്നത് എന്റെ കാര്യം ഞാൻ പറയുന്നത്. ഒരു 10-26 കൊല്ലം പഠിച്ച് അതിൽ കുറച്ചൊക്കെ ഇങ്ങനെ ഔപചാരിക പഠനവും ഔപചാരികമല്ലാത്ത പഠനവും, കട്ടിയുള്ള സർട്ടിഫിക്കറ്റും കട്ടി കുറഞ്ഞ സർട്ടിഫിക്കറ്റും, അഖിലേന്ത്യാ തലത്തിലുള്ള സർട്ടിഫിക്കറ്റും, കേരള ഗവൺമെന്റ് തരുന്ന സർട്ടിഫിക്കറ്റും, റാങ്കിന്റെ സർട്ടിഫിക്കറ്റും ഒക്കെ ഒരുപാട് സർട്ടിഫിക്കറ്റ്. ഒരു 30-33 കൊല്ലം ജോലി ചെയ്തപ്പോഴുകൂടി ആ സർട്ടിഫിക്കറ്റിന്റെ വില പോയി. എന്റെ വീട്ടിലൊരു ചെറിയ ആൾട്ടറേഷൻ നടത്തിയപ്പോൾ ഒരു മുറി ഇവിടുന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റിയപ്പോൾ എന്റെ മക്കൾ ചോദിച്ചു, ഉപ്പാന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇനി എവിടെ വെക്കണ്ടേ? കാരണം എന്താ, റിട്ടയർ ചെയ്തല്ലോ, ഇനിയിപ്പോ അതവിടെ വെക്കണ്ടേ? ഞാൻ പറഞ്ഞു, എവിടെയും വെച്ചാളേ, എന്തിനാ? ആവശ്യമില്ലായിരുന്നു. ആ സർട്ടിഫിക്കറ്റ് ഒരു കാലത്ത് എവിടെ കൊണ്ടുപോയി പണയം വെച്ചാലും കാശ് കിട്ടിയിരുന്നു, അതിന് മാത്രം വലിയ വില പിടിച്ചതായിരുന്നു. പക്ഷെ ഒരാവശ്യമില്ല. എന്തിനാ? അതവിടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഉറയിൽ വെച്ചാൽ അതിലൊടിച്ച് കളയേണ്ട പഠിച്ചല്ലേ, എന്താ ഒരു ആവശ്യമില്ല. റിട്ടയർ ചെയ്തു, ഇനിയിപ്പോ അതിന്റെ ആവശ്യമൊന്നുമില്ല, ആരും ചോദിക്കൂല. ഒരു ചട്ടക്കഷ്ണം അല്ലേ? ഇനി ഞാൻ മരിച്ചാലോ? മരിച്ച ആൾമാരെയൊക്കെ ഒന്ന് നന്നാക്കി തട്ടിക്കൊട്ടി ഒന്നും കൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോ മക്കളെ എന്തിനാ ഇനിയിപ്പോ ആ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടോ? ആവശ്യമില്ല. ഇനിയിപ്പോ ഉപ്പാന്റെ അല്ല അവിടെ നോട്ടെ. ഒരു തലമുറ അങ്ങനെയാണോ? രണ്ടാമത്തെ തലമുറ വല്യപ്പാന്റെ സർട്ടിഫിക്കറ്റ് പിന്നെ എന്തിനാ അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ, അത് നമ്മൾ കരിച്ച അതാ പഴയ കടലാസിന്റെ കൂട്ടത്തിൽ കരിക്കും അല്ലെ. നമ്മള് ഈ ഡിഗ്രി ഒക്കെ എടുക്കുക, അതിന്റെ അർത്ഥം എന്താ?
ഞാൻ ജീവിക്കുന്നത്, എൻ്റെ മക്കൾ ജീവിക്കുന്നത് ഇത്രയും മാന്യമായി ജീവിക്കാൻ കഴിഞ്ഞത് ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് തന്നെയാണ്, സംശയമൊന്നുമില്ല. നമ്മൾ പഠിക്കണം, കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് പഠിക്കണം. പട്ടിണി കിടന്നൊക്കെ പഠിച്ച് വളർന്നത് തന്നെയാണ് നമ്മളൊക്കെ. അതുകൊണ്ടൊക്കെ തന്നെയാണ് മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിഞ്ഞത്. നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കണം, ഡിഗ്രിയിലെത്തിക്കണം, എല്ലാ ഉന്നത ഡിഗ്രിയിലും എത്തിക്കാനുള്ള എല്ലാ ശ്രദ്ധയും നമുക്ക് വേണം. പക്ഷേ എൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ 55-ാം വയസ്സോടുകൂടി അത് അവസാനിച്ചിരിക്കുന്നു. 56-ാം വയസ്സിൽ ആ സർട്ടിഫിക്കറ്റ് അല്ല എനിക്ക് വേണ്ടത്. ഇനി എനിക്ക് വേണ്ടത് അള്ളാഹ് ചോദിക്കുന്ന കുറെ ചോദ്യമുണ്ട്. മൻ റബ്ബുക, മൻ നബിയുക, മാ ഇമാമുക, മാ ഖിബലതുക. അങ്ങനെ കുറച്ച് പരീക്ഷയുണ്ട്, വൺ വേർഡ് ടൈപ്പ് ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള പഠനമാണ് ഇനി വേണ്ടത്. ആ സർട്ടിഫിക്കറ്റ് ഖബറിൽ കൊണ്ടുപോയി PGയുടെ സർട്ടിഫിക്കറ്റോ ട്രെയിനിങ് ചെയ്ത സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ റാങ്ക് കിട്ടിയ സർട്ടിഫിക്കറ്റോ ഖബറിൽ കൊണ്ടുപോയി കൊടുത്താൽ അല്ലാഹ് സ്വീകരിക്കില്ല. ഞാൻ പറയുന്നത്, നമ്മളെ കുട്ടികളെ നമ്മൾ മദ്രസയിൽ പഠിപ്പിക്കേണ്ടത് ആവശ്യമുണ്ടോ, ഗൗരവമുണ്ടോ, ഉത്തരവാദിത്തത്തോടുകൂടി പഠിപ്പിക്കണമോ? നാളെ നമ്മുടെ മയ്യത്തിന്റെ തലക്കാമ്പുറത്തോ അല്ലെങ്കിൽ ആണുങ്ങൾ മരിച്ചാൽ അവരെ തലക്കാമ്പുറത്ത് നിന്നാണ് മയ്യത്ത് നിസ്കരിക്കുന്ന ഇമാമ് നിൽക്കേണ്ടത്, നമുക്കൊക്കെ അറിയാം. സ്ത്രീകൾ മരിച്ചാൽ അവരുടെ വയറിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഇമാമ് നിന്നുകൊണ്ടാണ് മയ്യത്ത് നമസ്കരിക്കേണ്ടത്. അപ്പൊ നമ്മുടെ തലക്കാമ്പുറത്ത് ഉമ്മയാണെങ്കിൽ ഉമ്മയുടെ വയറിന്റെ ഭാഗത്ത് നിന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുമ്മ ഇർഹംഹു, അല്ലാഹുമ്മ ആഫിഹി എന്നിങ്ങനെ പ്രാർത്ഥിക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ ഖബറിന്റെ നേരെ നോക്കി അല്ലാഹ് അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്ന് ചൊല്ലിക്കൊണ്ട് അല്ലാഹുമ്മ ഗഫിർ ലി അബി, പടച്ചോനെ എന്റെ ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കണമേ, എന്റെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണമേ എന്ന് പറയാൻ നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ അവൻ IAS കാരനായതുകൊണ്ട് എന്ത് ഗുണം? അവൻ IPS കാരനായതുകൊണ്ട് എന്ത് ഗുണം? അവൻ ഈ ലോകം മുഴുവനും അവന്റെ സമ്പാദ്യമായതുകൊണ്ട് എന്ത് ഗുണം? വല്ലദീന ആമനു വത്തബഅതുഹും ദുർരിയ്യതുഹും അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ശൈ കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ. സത്യത്തിൽ വിശ്വസിക്കുകയും ആ വിശ്വാസത്തിന്റെ കൂടെ അവരുടെ മക്കളും അതിനെ പിന്തുടർന്ന് വിശ്വസിക്കുകയും ചെയ്തിട്ട് ആ വിശ്വസിച്ച ആളുകളെ നാളെ പരലോകത്തും ഈ മക്കളെ കൂടെ, ഈ വാപ്പാന്റെ കൂടെ, ഉമ്മാന്റെ കൂടെ ആ മക്കളെയും സ്വർഗത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കും. വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ശൈഇൻ, അവർ ചെയ്ത പ്രവർത്തനത്തിലൊന്നും അവർക്ക് നാം കുറവ് വരുത്തുകയില്ല. പക്ഷേ ഒന്ന് വേണം, കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ. ഓരോരുത്തരും അവൻ ചെയ്തതിന് അവൻ പണയപ്പെടുത്തപ്പെട്ടവനാണ്. ചെയ്തെങ്കിലേ അത് കിട്ടുകയുള്ളൂ. ഈ കുട്ടിയെ നമ്മളിടക്ക് നോക്കും, ഉമ്മമാര് നോക്കുന്നുണ്ട്, അങ്ങോട്ട് മറിയുന്നുണ്ടോ, അവിടെ ചാടുന്നുണ്ടോ? മക്കൾക്ക് വേണ്ടി ഞാൻ ഇവിടെ നിന്ന് രാവിലെ 5:30 മണിക്ക് പുറപ്പെട്ടതാണ് സുബൈക്ക്. ഇതിന്റെ ഇടക്ക് 4 പ്രാവശ്യം എന്റെ മക്കളെ ഞാൻ വിളിച്ചു, എന്റെ പേരക്കുട്ടികളെ. എന്തായി? ആ കുട്ടി ഭക്ഷണം കഴിച്ചോ? അതിനെന്തെങ്കിലും തിന്നാൻ കൊടുത്തോ? വെറുതെ. കാരണം ആ മക്കളോടുള്ള സ്നേഹം. മൂത്ത കുട്ടി ഇന്ന് ക്ലാസ്സിന് പോകേണ്ടതാണ്, പോയോ? ചെറിയ കുട്ടി ക്ലാസ്സിന് പോയോ? ഇന്ന് ഇഖ്റ ക്ലാസ് ഉണ്ട്, ഇഖ്റ പാഠശാല MSMന്റെ, പോയോ? പോയിക്കണം, അൽഹംദുലില്ലാ. നമ്മളൊക്കെ ഇങ്ങനെ ഈ കുട്ടികൾ, ഈ മരണത്തോടുകൂടി ഈ കുട്ടികൾ നമ്മളെ പിരിഞ്ഞ് നമ്മൾ നരകത്തിലും അവർ സ്വർഗത്തിലും, അവരും നമ്മളും നരകത്തിൽ, അവരും നമ്മളും സ്വർഗത്തിൽ, അല്ലെങ്കിൽ അവർ സ്വർഗത്തിലും നമ്മൾ നരകത്തിലും. എങ്ങനെയാ നമുക്ക് വേണ്ടത്? ഒന്നിച്ച് ജീവിക്കാനല്ലേ ആഗ്രഹിക്കുന്നത്? എങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ മരണത്തിന് മുമ്പ് ചെയ്യേണ്ടതുണ്ട്. അവരെ നമ്മൾ ഭൗതിക വിജ്ഞാനം കൊടുക്കണം, അവർക്ക് നമ്മൾ ഡിഗ്രി കൊടുക്കണം, അവർക്ക് നമ്മൾ നഴ്സറി തൊട്ട് മുതൽ തന്നെ നല്ല ഇംഗ്ലീഷ് പഠിപ്പിക്കണം, ഒക്കെ നമ്മൾ ചെയ്യണം. പക്ഷേ അടിസ്ഥാനപരമായി ഇതൊക്കെ കിട്ടിയാൽ കേരള ഗവൺമെന്റിന്റെ കീഴിലാണെങ്കിൽ 55 വയസ്സ് വരെ, കേന്ദ്രത്തിലാണെങ്കിൽ ഇപ്പോൾ 60 വയസ്സ് വരെ സർക്കാർ ജോലി. അതിനുശേഷമുള്ള സർട്ടിഫിക്കറ്റ് പഠിച്ചോന്റേതാണ്, എത്ര കാലം ജീവിച്ചാലും. ആ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ വീഴ്ച വരുത്തരുത്. കാരണം ഇതൊന്നുമല്ലാത്ത ഒരു ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനിഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശൈഉൻ യുഗ്നി. സ്വന്തം സഹോദരനിൽ നിന്ന്,
ഭാര്യയിൽ നിന്ന്, മക്കളിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്നൊക്കെ വേറിട്ട് പോകുന്ന, സ്വന്തം കാര്യം നോക്കി പോകുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. ആ ദിവസത്തിന്റെ മുമ്പ് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, നമ്മുടെ വീട് ഇസ്ലാമികമാകണം. മദ്രസ എന്നൊക്കെ പറഞ്ഞാൽ ആകെ എത്രയാണ് മദ്രസ കിട്ടുക? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ ഒരു മദ്രസ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, എത്ര മണിക്കൂറാ മദ്രസ കുട്ടിക്ക് കിട്ടുന്നത്? നമ്മൾ സമയം ടൈം ടേബിളിലൊക്കെ എഴുതി വെക്കും. എത്ര 7:30 മണിക്ക്, ഇവിടെ എത്ര മണിക്കാണ് തുടങ്ങുന്നത് എനിക്ക് കൃത്യമായി അറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും നമ്മളൊക്കെ തുടങ്ങുന്നത് എങ്ങനെയാ? 7:15 മദ്രസ തുടങ്ങുന്നു, 8:45 9 മണിക്ക് മദ്രസ വിടുന്നു. 7:15 തുടങ്ങുന്ന മദ്രസക്ക് കുട്ടികൾ വന്ന് ഒന്ന് സ്റ്റാർട്ട് ആവണമെങ്കിൽ ഒരു 7:30 മണിയാവും. ഇപ്പോഴുള്ളൊരു ട്രെൻഡ് ഒരു 7:30 മണിക്ക് തുടങ്ങിയാൽ ഒരു 8 മണി 8:10 ഒക്കെ ആവുമ്പോ കുട്ടിന്റെ ബാഗൊക്കെ മദ്രസ അമലിയാത്തും ദീനിയാത്തും മുസാബൊക്കെ ബാഗിലിട്ട് സിബിട്ട് അങ്ങനെ പാൻറ്റൊക്കെ ഒന്ന് മുറുക്കിയെടുത്ത് അങ്ങനെയൊക്കെ ഒന്ന് ആക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും. കാരണം സ്കൂളിൽ പോകാൻ നേരമായി. നിശ്ചിതന്റെ ഭക്ഷണം കഴിക്കണം, വസ്ത്രം ധരിക്കണം, സ്കൂളിൽ പോകണം. കാരണം അവിടെ കണക്ക് ടീച്ചർ ചിത്തറിയും, ഇംഗ്ലീഷ് ടീച്ചർ ചിത്തറിയും ബാക്കിയില്ല. അത് മദ്രസ അത്ര മതി, അന്ന് നീ ഓതണ്ട, മറ്റേ പഠിച്ചോ, ഇത് പഠിച്ചോ. ഇങ്ങനെ ദീനീ വിദ്യാഭ്യാസത്തിനോട് അവഗണന കൊടുത്തുകൊണ്ട് ജീവിച്ചാൽ സുഹൃത്തുക്കളെ, ഉമ്മമാരെ, ഉപ്പമാരെ, ഈ കുട്ടികളെ നിങ്ങൾ എങ്ങോട്ടാ ഇടുന്നത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? റബ്ബനാ ഇന്നനാ അതഅനാ സാദതനാ വകുബറാനാ ഫഅളല്ലൂന സബീല. നാഥ, ഞങ്ങളെ മുതിർന്നവർ, ഞങ്ങളെ വലിയവർ, ഞങ്ങളെ പഠിപ്പിക്കേണ്ടവർ, ഞങ്ങൾക്ക് കാര്യങ്ങൾ നൽകേണ്ടവർ, ഞങ്ങൾ ഇന്നനാ അതഅനാ സാദതനാ വകുബറാനാ, അവരൊക്കെയാണ് ഞങ്ങൾ അനുസരിച്ചത്. ഉമ്മ പറഞ്ഞു, വാപ്പ പറഞ്ഞു, മൂലേര് പറഞ്ഞു, മൊല്ലാക്ക പറഞ്ഞു, ഉസ്താദ് പറഞ്ഞു, ഓലൊക്കെ ഇങ്ങനെ കേട്ട് ഇങ്ങനെ നടന്നു. അത്ര മതിയടാ, ഖുർആൻ അത്ര മതി, നിസ്കാര പഞ്ചം നിസ്കരിച്ചില്ലും വേണ്ടില്ല, നേരത്തെ പോയിക്കോ. ടൂർ പ്രോഗ്രാം ഒന്ന് സുബൈക്ക് നീക്കണം, ടൂർ പോകണ്ടെന്ന് സുബൈന്റെ മുമ്പ് നീച്ച് കുളിച്ച് റെഡിയാക്കണം, സുബൈക്കരിക്കാൻ നീക്കണം എന്നില്ല. അങ്ങനെ മാതാപിതാക്കളൊക്കെ അങ്ങനെ പറഞ്ഞ് വളർത്തി വളർന്ന് വന്നിട്ട് അവസാനം ഫഅളല്ലൂന സബീല, അവർ ഞങ്ങളെ വഴിതെറ്റിച്ചു. ഈ കുട്ടികൾ നമസ്കരിച്ചില്ലെങ്കിൽ, ഈ കുട്ടികൾ സത്യം പറഞ്ഞില്ലെങ്കിൽ, ഈ കുട്ടികൾ ഭാവിയിൽ മുസ്ലിമായി ജീവിച്ചില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദി ആര്? ഈ നാട്ടിലുള്ള സിനിമാകാരല്ല, അങ്ങാടിയിലുള്ളവരല്ല, അവനെ ഹിന്ദിയും ഇംഗ്ലീഷും പഠിപ്പിച്ചവരല്ല. ഒന്നാമത്തെ പ്രതി മാതാവും പിതാവുമാണ്. ഈ കുട്ടി അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് പറയും, റബ്ബി ആതിഹിം ളിഫൈനി മിനൽ അദാബ്, നാഥ ഈ ഇരട്ടി ശിക്ഷ ഓൽക്ക് കൊടുക്ക്, ഓല എന്നെ പേടിപ്പിച്ചത്. അപ്പൊ വാപ്പ അമ്മ എന്നുള്ള തോന്നലൊന്നും ഉണ്ടാവില്ല. പഠിപ്പിക്കണം നമ്മള്. മദ്രസാ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അതിശക്തമായ ഒരു തീരുമാനമായി, ഒരു വമ്പിച്ച ഒരു തീരുമാനവും ഒരു ത്യാഗവുമായി ഈ കുട്ടികളെ ചെറുപ്പത്തിൽ നമ്മൾ ആ ഒരു വിഷയത്തിലേക്ക് എടുത്തിട്ടില്ലെങ്കിൽ, ചെറിയ കുട്ടികളുടെ കയ്യിൽ നിങ്ങളൊരു മൊബൈൽ എടുത്തു നോക്കൂ, ഒരു ചെറിയ കുട്ടിയുടെ കയ്യിൽ ഒരു മൊബൈൽ എടുത്തു നോക്ക്, അവന് നമ്മളെക്കാളും കൂടുതൽ അതിന്റെ കോൺഫിഗറേഷൻ അറിയാം, അതിന്റെ ബ്ലൂടൂത്ത് അറിയാം, അതിൽ കൂടി എങ്ങനെയാണ് അവന് കിട്ടേണ്ടത് എന്നറിയാം. അവൻ വഴിതെറ്റിപ്പോവും. അവന്റെ പാരന്റ് മറ്റൊന്നാണ്. അവനെ വഴിതെറ്റിക്കുന്നത് മറ്റൊരു ലോകത്തേക്കാണ്, മറ്റൊരു ദുരന്തത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി ഏത് ഇരുട്ടത്തും ഇന്നി അഖാഫുല്ലാ, ഞാൻ അള്ളാനെ പേടിക്കുന്നുണ്ട് എന്ന ഒരു തോന്നൽ ഉണ്ടാക്കാൻ ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ഉമ്മമാരും ഉപ്പമാർക്കൊക്കെ കുറച്ചെങ്കിലും ഈ നിലക്ക് ജീവിക്കണം എന്നൊരു തോന്നലുണ്ടായത് ആ കാലഘട്ടത്തിൽ നമ്മുടെ വീട്ടിൽ നിന്നും, നമ്മുടെ ഓത്തുപള്ളികളിൽ നിന്നും, പഴയ പള്ളിക്കൂടങ്ങളിൽ നിന്നൊക്കെ കിട്ടിയ ആ ഒരു ചെറുപ്പകാലത്ത് കിട്ടിയ ബോധമാണ് ഇങ്ങനെയെങ്കിലും ഒരു ദീനീ രംഗത്ത് കുറച്ചെങ്കിലും ജീവിക്കണമെന്ന് നമുക്ക് തോന്നിയത്. പക്ഷേ ഇതിന്റെ 100% പോലും തോന്നാൻ സാഹചര്യമില്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മുടെ മക്കളെ, ഈ ചെറിയ കുഞ്ഞുങ്ങൾ വളരുന്നത്. വീട്ടിലെ സാഹചര്യം, മദ്രസിലുള്ളത് ആകെ 1 മണിക്കൂർ, കുറ്റം കഴിച്ച് കിട്ടിയാൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ, അതും കൂടി നമ്മൾ അതിന് സാഹചര്യം ഒരുക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഈ കുട്ടി എന്താകും? അവൻ നാളെ പടച്ചവനോട് നമുക്കെതിരിൽ പ്രാർത്ഥിക്കുക. നരകത്തിൽ കിടക്കാൻ നേരത്ത്, പടച്ചവനെ ഈ നരകത്തിന് കാരണമാക്കിയത് എന്റെ അച്ഛനമ്മമാരാണ്, ഉമ്മ ഉപ്പമാരാണെന്നും പറഞ്ഞ് പഴിക്കുക. നമുക്കെതിരിൽ പ്രാർത്ഥിക്കല്ലാതെ അവനൊന്നും ചെയ്യാൻ കഴിയില്ല. അവന് ഓടിച്ചാണ്, ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോകണില്ല, ഞാൻ അങ്ങോട്ട് പഠിക്കാൻ പോവാന്ന് പറയില്ല ഈ കുട്ടി.
അപ്പൊ കുട്ടികളെ ഈ ഒരു സംവിധാനം ഒരുക്കേണ്ടത് നമ്മളുടെ ബാധ്യതയാണ്. എന്ന് മാത്രമല്ല, 1 മണിക്കൂറോ 1.5 മണിക്കൂറോ നേരം മദ്രസയിൽ കിട്ടുന്ന തിയറി ഉണ്ടല്ലോ, ആ തിയറിയുടെ പ്രാക്ടിക്കൽ നമ്മളെ വീടാണ്. ഇവിടുന്ന് ആകെ ഉസ്താദിന് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയാ 5 മഗ്രിബ് 3 റക്അത്താണ്, ബാങ്ക് കൊടുക്കണം, ഇഖാമത്ത് കൊടുക്കണം, എന്നിട്ട് നമസ്കരിക്കണം, ഇങ്ങനെ തക്ബീർ കെട്ടണം, ദുആഉൽ ഇഫ്തിതാഹ് ചെല്ലണം, ഫാത്തിഹ ഓതണം, നാളെ വരുമ്പോ ഫാത്തിഹ കാണാതെ പഠിച്ചുകൊണ്ടിരണം, നാളെ വരുമ്പോ തക്ബീർ കെട്ടി നിസ്കരിക്കുന്നത് ശരിക്കും പഠിപ്പിച്ചുകൊണ്ട് വരണം, അത്തഹിയാത്തിന് ഇരിക്കാനും സുജൂദ് ചെയ്യാനും പഠിച്ചു വരണം എന്ന് പറഞ്ഞ കുട്ടിയെ നമ്മൾ പറഞ്ഞേക്കാണ് ബുക്കേറ്റ്. ഇത് പഠിച്ചു വരേണ്ടത് എവിടെ നിന്നാണ്? ഇത് വീട്ടിൽ നിന്നാണ് പഠിക്കേണ്ടത്. അപ്പൊ ഏറ്റവും വലിയ പ്രാക്ടിക്കൽ ലബോറട്ടറിയെ, ക്ലാസ് മുറിയേക്കാളും വലിയതാണ് ലബോറട്ടറി വിദ്യാഭ്യാസം. ഭൗതിക വിദ്യാഭ്യാസം നടന്ന കുട്ടികൾക്കറിയാം, ക്ലാസ് മുറിയേക്കാളും വലിയതും പ്രാധാന്യമുള്ളതുമാണ് ലബോറട്ടറി. കാരണം അവിടെയാണ് പ്രാക്ടിക്കൽ ചെയ്യേണ്ടത്, അവിടെ നിന്നാണ് പഠനം ശീലിക്കേണ്ടത്. ആകെ ദിവസത്തിൽ 24 മണിക്കൂറിൽ ഈ കുട്ടിക്കൊരു മണിക്കൂർ നേരത്തെ മദ്രസ മതവിദ്യാഭ്യാസത്തിന്റെ തിയറി കിട്ടിയാൽ അതിന്റെ പ്രാക്ടിക്കൽ നമ്മുടെ വീട്ടിലാണ് കിട്ടേണ്ടത്. അതിന് ഉമ്മ നിസ്കരിക്കലുണ്ടോ നേരത്തിന്? ഉമ്മയുടെ വസ്ത്രധാരണ, ഉമ്മയുടെയും ഉപ്പയുടെയും സ്വഭാവ മര്യാദകൾ, സത്യം പറയണം എന്ന് മദ്രസയിൽ നിന്ന് പഠിക്കുന്ന, സത്യം പറയണമെന്ന് പഠിക്കുന്ന കുട്ടി, ആ സത്യം പറയണമെന്ന ബോധം ആ കുട്ടിക്ക് ഉമ്മയിൽ നിന്ന് കിട്ടണം. ഉമ്മ സത്യം പറയുന്നത് കേൾക്കണം, ഉപ്പ സത്യം പറയുന്നത് കേൾക്കണം. സൽസ്വഭാവം വേണം എന്ന് പറയുമ്പോൾ ആ ബോധം കിട്ടേണ്ടത് ഉമ്മയും ഉപ്പയും വർത്താനം പറയുമ്പോഴും ജേഷ്ഠാനുജന്മാരുടെ സംസാരത്തിലും അവരുടെ ബന്ധത്തിലും അയലക്കാരോടുള്ള ബന്ധത്തിലുമാണ് സൽസ്വഭാവം എന്ന പ്രാക്ടിക്കല്. ഇവിടുന്ന് കിട്ടിയ തിയറിയുടെ പ്രാക്ടിക്കല് വീട്ടിൽ നിന്നാ കിട്ടുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾ പിഴക്കാനുള്ള ഒന്നാമത്തെ കാരണം ഇന്നത്തെ ഒരവസ്ഥയിൽ വീട് തന്നെയാണ്. TV നമുക്ക് ആവശ്യമാണ്, കത്തി നമുക്ക് ആവശ്യമാണ്, ബ്ലേഡ് നമുക്ക് ആവശ്യമാണ്, കൂറ മൂട്ട ഇറുമ്പൊക്കെ വരുന്നതിന് പകരം അവരെ തടുക്കാൻ വേണ്ടിയുള്ള വിഷമടങ്ങിയ ചോക്കോ അല്ലെങ്കിൽ മരുന്നുപൊടിയോ നമുക്ക് ആവശ്യമാണ്. അതൊക്കെ ജീവിതത്തിലെ ഒരു വീട്ടിലെ അത്യാവശ്യ സാധനങ്ങളാണ്, അവശ്യ വസ്തുക്കളാണ്. പക്ഷേ ആ മരുന്നുപൊടി ചെറിയ കുട്ടിയുടെ വായിലിട്ട് കൊടുക്കരുതല്ലോ, അവൻ മരിച്ചു പോകും. കാരണം അത് വിഷമാണ്. ആ TV അത് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്തുന്നതിനപ്പുറം അതിൽ നിന്ന് കാണാൻ പാടില്ലാത്തത് കാട്ടിക്കൊടുക്കുകയും കേൾക്കാൻ പാടില്ലാത്തത് കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്താൽ ആ കുട്ടിയുടെ ഭാവി എന്താകുമെന്ന് നിങ്ങൾ ആലോചിക്കണം. അപ്പൊ വീടാണ് നിയന്ത്രിക്കേണ്ടത്. കത്തി നമുക്ക് ആവശ്യമാണ് മത്സ്യം മുറിക്കാനും പച്ചക്കറി മുറിക്കാനും പഴം മുറിക്കാനും. അത് ചെറിയ കുട്ടിയുടെ കയ്യിൽ കൊടുത്ത് മൂത്ത കുട്ടിയെ കുത്താനോ അതിലും ചെറിയ കുട്ടിയെ കുത്തിമുറിവേൽപ്പിക്കാനോ കൊടുത്താലുള്ള അവസ്ഥയാണ് മൊബൈൽ ഫോൺ, TV, അതുപോലെ കമ്പ്യൂട്ടർ, നെറ്റ് തുടങ്ങിയ സാധനങ്ങൾ കുട്ടികളെ കൃത്യമായും നിയന്ത്രിച്ച് കൊടുക്കാതിരുന്നാലുള്ള അവസരം. അതിനേക്കാളും നല്ലത് ഈ കുട്ടിയുടെ വായിലേക്ക് ഒരു തുള്ളി വിഷമുറ്റിച്ചു കൊടുക്കുകയാണ്. പക്ഷെ വീടിന്റെ ഉള്ളു നന്നാകുന്നില്ല, അങ്ങനെ ഒരു മാറ്റം വരുന്നില്ല. ഉമ്മ ഖുർആൻ ഓതുന്നത് കണ്ടാൽ തീർച്ചയായും ആ ഖുർആൻ ഓതി വളരും മക്കൾ, ഉറപ്പാണ്. ഉമ്മ QHLS പോയി ഖുർആൻ ഇങ്ങനെ സൂറത്തുൽ ഫാത്തിഹ ഇങ്ങനെ അർത്ഥം പഠിക്കുന്നത് കണ്ട ആ മക്കളുടെ മനസ്സിന്റെ ഉള്ളിൽ ഖുർആൻ ഇതാണ്, ഇന്ന ഹാദാ ലഖുർആനുൻ കരീം എന്നൊരു ബോധം വരും. ഇവിടെ മാറ്റുന്നത് കാലഘട്ടമല്ല, തോന്നിവാസികളും അങ്ങാടിക്കാരുമല്ല, നമ്മളാണ് നമ്മളെ കുട്ടികളെ മാറ്റിവെക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ശിർക്കിലേക്ക് നാട് കൂപ്പുകുത്തുകയാണ് മതരംഗത്ത്. ഭൗതിക രംഗത്ത് തോന്നിവാസങ്ങളിലേക്കും മദ്യത്തിലേക്കും അതിനേക്കാളും അപകടകരമായ കാര്യങ്ങളിലേക്കുമാണ് കൂപ്പുകുത്തുന്നത്. നിങ്ങൾ കണ്ടില്ലേ ഈ അടുത്ത കാലത്തൊരു സർവേ, ഒരു പത്രത്തിൽ വന്ന സർവേ വായിച്ചില്ലേ നിങ്ങൾ? എന്താണ്? ചെറുപ്പക്കാരായ കുട്ടികളെ വ്യഭിചാരത്തിലേക്കും തോന്നിവാസത്തിലേക്കും എന്തൊക്കെ പറഞ്ഞ് തള്ളിയിടാമോ അതൊക്കെ, അതിനൊക്കെ പ്രേരിപ്പിക്കുന്ന തരത്തിലാണ് മീഡിയകൾ, പത്രങ്ങൾ, അതുപോലെ തന്നെയുള്ള ദൃശ്യശ്രാവ്യ മീഡിയകൾ നമ്മളെ കുട്ടികളിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ദുരന്തങ്ങൾ, അതിശക്തമായ ദുരന്തങ്ങൾ. ചാരിത്രം എന്നൊരു സാധനം ഇല്ല, ബാക്കിയിരിക്കുന്നുണ്ട്. ഉമ്മയും പെങ്ങളും അത് അന്യമല്ല, അതെന്റെ ഉമ്മയാണ്, എന്റെ ചോരയാണ്, എന്റെ പെങ്ങളാണ് എന്നൊരു ബോധം മാത്രം ഇവിടെ അല്പം ബാക്കിയിരിക്കുന്നുണ്ട്. ബാക്കിയൊക്കെ നഷ്ടപ്പെട്ടില്ലേ? ബാക്കി നഷ്ടപ്പെട്ടില്ലേ നമ്മളെ സമൂഹത്തിൽ നിന്ന്? ഒരു അവസ്ഥ നോക്കൂ നിങ്ങൾ. കാരണം നടക്കാൻ ഒരു പെൺകുട്ടിക്ക് നാട്ടിൽ ഇറങ്ങി നടക്കാൻ കഴിയാത്ത ഒരവസ്ഥ വന്നില്ലേ?
12ഉം 13ഉം 10ഉം വയസ്സായ പെൺകുട്ടികൾക്ക് പോലും 70ഉം 75ഉം വയസ്സായ മുതിർന്ന വയസ്സായ പല്ലുപോയ കാരണവന്മാരുടെ മുമ്പിൽ കൂടി നേരെ ചൊവ്വേ തല ഉയർത്തി നടക്കാൻ പറ്റാത്ത വിധം ലൈംഗികമായ ആസക്തി വരാൻ അതിലേക്ക് കുട്ടികളുടെ മനസ്സിലേക്ക് ആ വിഷം കുത്തിക്കയറ്റാനുള്ള മൃഗീയമായി പട്ടികളെപ്പോലെ പന്നികളെപ്പോലെ ലൈംഗികമായ അരാജകത്വം നാട്ടിലുണ്ടാക്കാൻ വേണ്ടിയാണ് എല്ലാ സമൂഹത്തിന്റെയും എല്ലാ തലത്തിലുമുള്ള ശ്രമം നടക്കുന്നത്. എല്ലാ തലത്തിലുമുള്ള ശ്രമം. ജീവകാരുണ്യ മരുന്നുകൾ പോലും നഗ്ന ചിത്രങ്ങൾക്കോട് വെച്ചു കൊടുത്തുകൊണ്ടാണ് മരണത്തോട് മല്ലടിക്കുന്ന രോഗിക്ക് കൊടുക്കുന്ന മരുന്ന് കുപ്പി പോലും ഈ തരത്തിലുള്ള നഗ്ന ചിത്രങ്ങളാണ് അതിന്മേൽ ഒട്ടിച്ചു വെച്ചത്. എന്തിനാ? അങ്ങനെ അവന്റെ ജീവിതം കണ്ട് വരട്ടെ. ഇത്രയധികം ലൈംഗികമായ ആസക്തിയിലേക്ക് പത്രങ്ങളിൽ വായിക്കാറില്ലേ? 6 വയസ്സും 7 വയസ്സുമായ ഉള്ള കുട്ടികളെയാണ് മദ്യത്തിന്റെ ആസക്തിയിൽ പെട്ടുകൊണ്ട് അവരെ പിടികൂടപ്പെടുന്നത്, അവരെ ചികിത്സക്ക് കൊണ്ടുവരുന്നത്, മദ്യാസക്തിയിൽ അവരെ ചികിത്സിച്ചൊക്കെ കൊണ്ടുവരുന്നത്. പത്രത്തിലൊരു റിപ്പോർട്ടുണ്ടായി. ഒരു 10 കൊല്ലം മുമ്പ് ഞാൻ പള്ളിയിൽ പ്രസംഗിക്കാണ്. വെള്ളിയാഴ്ച ഞാൻ പ്രസംഗിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴുള്ള അവസ്ഥ എന്താണെന്നറിയാമോ? സ്വന്തം കുടുംബത്തിൽപ്പെട്ട ചോരയിൽ പിറന്ന ഇക്കാക്ക അല്ലെങ്കിൽ കാരണോരെ എന്ന് വിളിക്കുന്നവർ പോലും ആ വീട്ടിലെ പെൺകുട്ടികളെ തോന്നിവാസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ദുരന്തത്തിലേക്ക് നാട് മെല്ലെ മെല്ലെ നീങ്ങുന്നുണ്ട്. പത്രവാർത്തയിലൊക്കെ കാണുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് വീട്ടിലെത്തി വൈകുന്നേരമായപ്പോ അടുത്ത ഹോസ്പിറ്റലിലെ ഒരു ഗൈനക്കോളജിസ്റ്റ് എന്നെ വിളിച്ചു. ഒരു സ്ത്രീ, ഒരു ഡോക്ടർ, ഞാൻ അറിയുന്ന ഒരു ഡോക്ടറാണ്. പള്ളിയിൽ കൃത്യമായി വരുന്ന ഒരു സലഫി സ്ത്രീയാണ്. മൗലവിന്ന് ഖുത്ബ പറഞ്ഞപ്പോ മുതിർന്ന ആളുകൾ കുട്ടികളെയൊക്കെ ഇങ്ങനെ തോന്നിവാസത്തിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ വലിയൊരു അത്ഭുതമായി പറഞ്ഞല്ലോ. നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാകാത്തത് കൊണ്ടാണ്. സ്വന്തം പിതാവിനാൽ പീഡിപ്പിക്കപ്പെടുന്ന കേസുകൾ ഒരു മാസത്തിൽ 5ഉം 10ഉം എൻ്റെ അടുക്കൽ വരാറുണ്ട്. നമ്മുടെ നാട് പോകുന്ന ദുരന്തം എവിടേക്കാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കുറച്ചുകൂടി ഒക്കെ ഈ മൊബൈലിൽ കൂടിയും, അന്ന് മൊബൈൽ അത്ര പ്രചാരമായിട്ടില്ല, ടിവിയിൽ കൂടിയും ഫിലിമുകളിൽ കൂടിയുമാണ് ഇതൊക്കെ ഇങ്ങനെ പ്രചരിക്കുന്നത്. തടുക്കാൻ കഴിയാത്ത വിധം ഇരുട്ട് മൂടിക്കൊണ്ടിരിക്കുന്നു നാട്ടിൽ. നമ്മൾ നോക്കൂ, ഈ ഇരുട്ട് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് മതം എന്ന് പറയുന്നത് അവസാനം കുറെ മുടിക്കെട്ടുകൾ മുക്കി ജനങ്ങളെ സ്വർഗത്തിൽ കയറ്റാൻ വേണ്ടി അതിന്റെ വെള്ളം കൊടുത്ത് അതിലേക്ക് മുക്കിയിടുകയാണ്. മുടിവെള്ളത്തിൽ മുക്കുക. ഇപ്പോ പൗരോഹിത്യം, ലോകത്തെ ഏറ്റവും വലിയ മാഫിയ എന്താണെന്ന് ചോദിച്ചാൽ പുരോഹിത മാഫിയകളാണ്. ആരാന്റെ പണം പിടുങ്ങാൻ വേണ്ടി മനുഷ്യന്മാരുടെ പാവപ്പെട്ട അമലുകൾ ചെയ്തിട്ടില്ല, കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടുമില്ല, എന്നാ മരിച്ചു ചെന്നാ സ്വർഗത്ത് കടക്കും വേണം എന്ന് മനസ്സിലാക്കുന്ന സാധാരണക്കാരായ വിവരമില്ലാത്ത നല്ല മനസ്സുള്ള പാവപ്പെട്ട ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ചെന്നിട്ട് അവരെ പറ്റിച്ച് അവരെ ചതിച്ച്, നമുക്കറിയാലോ തൊഴിലില്ല, പട്ടിണിയാണ്, മക്കളെ പോറ്റാൻ വയ്യ, എന്തെങ്കിലും ഒരു തൊഴിൽ കിട്ടിയാൽ വേണ്ടിയില്ല എന്നിങ്ങനെ പറഞ്ഞു നടക്കുന്ന തൊഴിലില്ലാത്ത ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഇതാ വിസണ്ട് ഗൾഫിൽ വിസണ്ട്, കുറഞ്ഞ പൈസ കിട്ടിയാൽ മതി, നല്ല ശമ്പളം കിട്ടും എന്ന് പറഞ്ഞ് ഗൾഫിൽ കൊണ്ടുപോയി വ്യഭിചാരശാലയിലേക്കും കള്ളുഷാപ്പിലേക്കും കൊണ്ടുപോകുന്ന ഈ മാഫിയകളെപ്പോലെ പുരോഹിതന്മാര് സ്വർഗം കിട്ടണം, ഈമാനോടുകൂടി മരിക്കണം എന്ന് പറയുന്ന പാവപ്പെട്ട മനുഷ്യന്മാരെ എന്നാ കുടിച്ചോളി, 1000 ഉറുപ്പ്യ അങ്ങനെങ്കിലും നിങ്ങൾ തന്നാൽ മതി, ഗഡുക്കളായിട്ടെങ്കിലും മുടിയിട്ട വെള്ളമുണ്ട്, ഇതാണ് കുടിച്ചോളി, സ്വർഗം കിട്ടും. അല്ലെങ്കിൽ നമ്മളെടുത്തൊരു ഐക്കല്ലുണ്ട്, അറബി ഐക്കല്ല, സാധാ ഐക്കല്ലല്ല, അറബി മന്ത്രാണ്. ഐക്കല്ലുണ്ട്, വലമ്പിരി ശംഖുണ്ട്, സ്വർണ്ണ ചേനയുണ്ട് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യന്മാരെ ചതിച്ച് മനുഷ്യരെ സ്വർഗത്തിന്റെയും നരക, അതാണ് മനുഷ്യന് ആവശ്യം എന്ന് തോന്നിയപ്പോ എന്താണ് തൊഴിലാണ് ആവശ്യമെങ്കിൽ തൊഴിലിന്റെ പേരിൽ വഞ്ചിക്കുന്നു. മനുഷ്യന് ഈമാനോടുകൂടി മരിക്കണം, കുറെ കാലം മോശമായി ജീവിച്ചെന്ന ഈമാനോടുകൂടി മരിക്കണം എന്ന് ആവശ്യമുള്ള ആ വിഭാഗം മനുഷ്യന്മാരെ അതിന്റെ പേരിൽ വഞ്ചിച്ച് പണമുണ്ടാക്കുന്ന പുരോഹിതന്മാരാണ് മതരംഗത്ത് വാഴ്ച നടത്തുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ കൂരിരുട്ടിൽ
കഖിതഇൽ ലൈലിൽ മുദ്ലിം യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ. ഇരുട്ട് വരുന്നത് പോലെ സമൂഹത്തിൽ നാശം വരും. ഇരുട്ട് വരുന്നത് പോലെ നാശം വരും. ഇരുട്ട് എവിടുന്നാ വരിക? കിഴക്കുന്നാണോ പടിഞ്ഞാറുന്നാണോ താഴെന്നാണോ മേലെന്നാണോ എന്നറിയില്ല. ഇതുപോലെ സമൂഹത്തിൽ എല്ലാ മേഖലയിൽ നിന്നും നാശം വരും. ആ നാശം നിങ്ങൾ നോക്കൂ. നമ്മളെ വീട്ടിന്റെ ഉള്ളിൽ നിന്നാ നാശം വരുന്നത്. നമ്മളെ കടപ്പറയിൽ നിന്നും അടുക്കളയിൽ നിന്നുമാണ് നാശം വരുന്നത്. അതിന് അങ്ങാടിയിൽ നിന്നും നാട്ടിൽ നിന്നും വൈക്കെന്നും മീഡിയകളിൽ കൂടിയും അതൊക്കെ വരുന്നുണ്ട്. നാശം നിങ്ങൾക്ക് വരും. യുസ്ബിഹുർ റജുലു മുഅ്മിനൻ, മുഅ്മിനായി ജീവിച്ചിരുന്ന നേരം വെളുത്ത ഒരു മനുഷ്യൻ യുംസി കാഫിറ, കാഫിറായി വൈകുന്നേരമാകും. രാവിലെ മുഅ്മിനായിരുന്ന മനുഷ്യന് വൈകുന്നേരമാകുമ്പോഴേക്ക് മുസ്ലിമായ വീടുണ്ടാക്കി, ഒരു മുസ്ലിമിന്റെ വീട് കയറി ചെന്ന അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന വാപ്പ, ഉമ്മാനോട് അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന മക്കൾ, വാപ്പാനെ കാണുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന ഉമ്മ, ഉമ്മന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന വാപ്പ, അങ്ങനെയൊക്കെയുള്ള ഒരു ദീനിയായ കുടുംബം, ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന കുടുംബം, അതൊക്കെ ഉണ്ടാക്കി ജീവിക്കുന്ന ഒരു വീടും അങ്ങനെയുള്ള മദ്രസയും അതിനാവശ്യമുള്ള പ്രചോദനങ്ങളും ഈ കുട്ടികൾക്കുള്ള ഇതൊക്കെ നമ്മൾ കൊടുക്കാതിരുന്നാൽ എത്ര കാലം നമ്മൾ ജീവിച്ചാലും ആർക്ക് വേണ്ടി ജീവിച്ചുവോ അവർ നമുക്കെതിരിൽ സാക്ഷി നിൽക്കുകയും നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ മക്കൾ നരകത്തിൽ കിടന്ന് വെന്തുരുകുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ വിഷയത്തിൽ എനിക്കൊന്നുകൂടി നിങ്ങളെ ഉത്ബോധിപ്പിക്കാനുള്ളത്, നമ്മളെ വീട് മാറണം. എത്ര തോന്നിവാസത്തിലായി നമ്മൾ ജീവിച്ചാലും അള്ളാഹു പുറത്തു തരും. നമ്മളെ വീട്ടിൽ മാറ്റമുണ്ടാക്കുക, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. ദൃശ്യശ്രാവ്യ TV, നെറ്റ്, കമ്പ്യൂട്ടർ പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൃത്യമായൊരു നിയന്ത്രണം ഏർപ്പെടുത്തുക. മാതാവും പിതാവും കുട്ടികൾക്ക് മാതൃകയാകുക. നാട്ടിൽ മാതൃക പറ്റില്ല, അങ്ങാടികളിലും സ്കൂളുകളിലും കോളേജുകളിലും മാതൃക, ദീനിന്റെ നന്മയുടെ മാതൃക നമ്മൾ പ്രതീക്ഷിക്കണ്ട. ഇനി മുതൽ നമ്മളെ വീട്ടിൽ മാത്രം അത് ഒതുങ്ങിയിരിക്കാം. ഇതുപോലെയുള്ള മദ്രസയെ പരിപോഷിപ്പിക്കാൻ നിങ്ങളും ഇടക്കൊന്ന് വന്നു നോക്കുക. രക്ഷിതാക്കളെ, പഠിക്കണില്ലേ? എന്റെ മോൻ പഠിക്കണുണ്ടോ? ഓൻ ഓതുന്നുണ്ടോ? ഓതണില്ലല്ലോ ഉസ്താദെ, ഒന്നും കൂടി ഓനെ ഓദിപ്പിക്കണം, നമുക്കൊന്ന് പഠിപ്പിക്കണം. ഇടക്ക് നിങ്ങൾ മദ്രസ ഒന്ന് വന്ന് കൂടാം. ഇടക്ക് മദ്രസ ഇല്ലാത്ത ദിവസം ഉമ്മ മദ്രസയിൽ പോകണ്ട്. എന്തിനാ? ഞാൻ ഖുർആൻ പഠിക്കാൻ പോകണം മോനെ, ഇജ് വരണോ? ഇന്ന് അവിടെ ഇരുന്നു കേട്ടോ. ഉമ്മായും ഉപ്പായും ഒക്കെ കുറച്ച് ഫാത്തിഹയും സൂറത്തും ഒരു സബ്യാസ്മന്റെ താഴെ, അമ്മന്റെ താഴെയെങ്കിലും ഒന്ന് ഓതുന്ന ഒരു മദ്രസ ഉമ്മാക്കുണ്ട്. ഞാനും പഠിച്ചിട്ടുണ്ട് മദ്രസയിൽ, എൻ്റെ അമ്മയും പഠിക്കുന്നുണ്ട്, എൻ്റെ വല്യമ്മയും പഠിക്കുന്നുണ്ട് എന്ന ഒരു രീതി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ദുരിതം പിടിച്ച സമൂഹത്തിൽ കുറച്ചെങ്കിലും അള്ളാഹുവിനോട് പറഞ്ഞു നിൽക്കാൻ നമുക്ക് സാധിക്കും. അതല്ലെങ്കിൽ ഈ പൊളപ്പ് താൽക്കാലികമാണ്. ഇതൊരാളിക്കത്തി ഈ മെഴുകുതിരി കെട്ടുപോകുമ്പോൾ നാളെ പരലോകത്തേക്ക് ഒന്നുമില്ലാതെ പോകും. ഞാൻ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ മദ്രസ വാർഷികത്തിൽ നിങ്ങൾ മതവിദ്യാഭ്യാസത്തിന്റെ ഈ കാലഘട്ടം മനസ്സിലാക്കി മതവിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം, മറ്റു വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്നതോടൊപ്പം ഒരു അവഗണനയും കൊടുക്കാതെ ഒരു നിലക്കും താഴെ ഇതാണ് അടിസ്ഥാന വിദ്യാഭ്യാസം എന്ന് മനസ്സിലാക്കി ഈ വിഷയത്തിൽ നിങ്ങൾ കാര്യമായി എടുക്കുക. ഇൻഷാ അള്ളാഹ് അടുത്തൊരു വാർഷികത്തിലേക്ക് വരുമ്പോൾ ഇവിടെ കുട്ടികൾ വർദ്ധിക്കുകയും ആ കുട്ടികൾക്ക് അറിവും ബുദ്ധിയും വിവേകവും ആ കുട്ടികളിൽ കൂടി നമ്മുടെ വീട്ടിൽ ദീനിന്റെ കൂടുതൽ വെളിച്ചവും ഉണ്ടാകുന്ന ഒരവസ്ഥ വരാൻ നമ്മൾ ശ്രമിക്കുക. നമ്മൾ ശ്രമിച്ചാൽ അള്ളാഹുവിനെ, നിങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ സഹായിക്കുന്നവരാരോ, അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരാരോ അവരെ അള്ളാഹു സഹായിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മളെ കൂടെ, നമ്മുടെ ഭാര്യമാരുടെ കൂടെ, നമ്മുടെ ഭർത്താക്കന്മാരുടെ കൂടെ, നമ്മുടെ മക്കളുടെ കൂടെ, നമ്മളുടെ ജ്യേഷ്ഠാനുജന്മാരുടെ കൂടെ, നമ്മളെ നല്ലവരായ സുഹൃത്തുക്കളുടെ കൂടെ ഇഹലോകത്ത് സന്തോഷത്തോടുകൂടി ജീവിക്കുന്നതോടൊപ്പം പരലോകത്തും സ്വർഗലോകത്ത് ജീവിക്കാൻ പറ്റുന്ന
ഒരു സാഹചര്യത്തിന് വേണ്ടി നമ്മൾ പണിയെടുക്കുക. അള്ളാഹു അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഈ യോഗം അള്ളാഹുവിന്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.